അപ്പൊ ഏതാണ്ട് 5ാമത് കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെയാണല്ലോ പുതിയ വാർത്തകൾ. അതിന്റെ ഒരു സാഹചര്യം പഞ്ചാലനാകാൻ തീരുമാനിച്ചു അല്ലേ? ആ വിധത്തിൽ തന്നെ ആക്രമണം അങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിന്റെ കൂടെ അതെന്താണ് അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം എന്താണെന്നറിയില്ല. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ പറയാം. അത് ശരി. അല്ല, അങ്ങനെ അത് ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന സുഡാപ്പികളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ആരോപണം എന്നുള്ളതല്ല അല്ലേ? അതെ, അവരുടെ ഒരു രീതിയാണത്. എങ്ങനെയാലും നമ്മളെ കൗണ്ടർ ചെയ്ത് സാധാരണ പറയാറുണ്ടല്ലോ, ഇങ്ങനെ തോൽപ്പിക്കുന്നതിന് പല രീതികളുണ്ട്. അതിലേറ്റവും ഒരു രീതിയാണത്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ഈ മതനിന്ദാ കേസ്, അതായത് അങ്ങനെ ഒരു കേസ് നേരത്തെ വന്നിട്ടുള്ള കേസാണെന്ന് തോന്നുന്നു. ഇപ്പം പുതിയ കേസ് വന്നിരിക്കുന്ന സാഹചര്യം അത് നമ്മള് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള പ്രചാരണം നമ്മൾ നടത്തുന്ന ഒരു കൂട്ടത്തിൽ പ്രധാനമായിട്ടൊരു കാര്യമാണല്ലോ ഈ മതവിമർശനം. അപ്പൊ അതില് നമ്മളൊരു പ്രതികരണം നടത്തിയതാണ്. അപ്പോ അതൊരു വോട്ടിംഗ് നടത്തുന്ന രീതിയിൽ ഈ മതനിന്ദാ കേസ് എന്ന് പറയുന്നത് അങ്ങനെ നിലനിൽക്കുന്ന ഒരു കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ മതനിന്ദാ കേസിന്റെ നിയമം അനുസരിച്ച് നമ്മൾ കൊട്ടേഷൻ എടുക്കുന്ന പറയുന്നത് ഒരിക്കലും അതിന്റെ പരിധി വരുന്ന ഒരു കാര്യമല്ല. നേരിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള മതത്തെ ആക്രമിക്കുന്ന രീതിയിലുള്ള അവഹേളിപ്പിക്കുന്ന രീതിയിലൊന്നല്ല. ഇതിപ്പം ഖുറാനിലെ വാക്യങ്ങൾ നമ്മൾ എടുക്കുന്നു, ഉദ്ധരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അത് വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? അതാ ഇതിലിപ്പോ 2023 ഉണ്ടായ ഒരു സാഹചര്യത്തെ മുൻനിർത്തി നമ്മൾ നടത്തിയ ഒരു വോട്ടിംഗ്, അതാണ് ഇതില് ഈ പരാതിക്ക് കാരണം. അത് ഒന്ന് നുപൂർ ശർമ്മ നടത്തിയൊരു പരാമർശം, പിന്നെ അത് കൂടാതെ ഒരു മുസ്ലിം പണ്ഡിതൻ നടത്തിയിട്ടുള്ള ഒരു പരാമർശം. അപ്പൊ ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള ഒരു പരാമർശം. അപ്പൊ നുപൂർ ശർമ്മ നടത്തിയ ഒരു വാചകമുണ്ട്, അല്ലെങ്കിൽ ഒരു സംഗതി, മുഹമ്മദ് നബി ഒരു ശിശുഭോഗിയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞതും, അതുപോലെ ഈ ഉസ്താദ് പറഞ്ഞത് യേശു ക്രിസ്തു പിഴച്ചുപറ്റ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് തമ്മിൽ പറയുമ്പോൾ സമൂഹത്തിൽ എങ്ങനെയാണ് ആളുകൾ അതിനെ എടുക്കുന്നത് എന്നത് സംബന്ധിച്ച് നമ്മളൊരു വോട്ടെടുപ്പ്, ഏത് പറയുമ്പോഴാണ് കൂടുതൽ കുരു പൊട്ടുന്നത് എന്നതറിയാൻ വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇട്ട. അപ്പൊ അതിലെ ഈ പോസ്റ്റർ മാത്രം അവരെടുത്തുകൊണ്ട് അങ്ങനെയാണ് ഈ കേസിന് കൊടുക്കുന്നത്. അല്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞത് നമ്മൾ നേരിട്ട് ഒരു പ്രസ്താവന നടത്താത്തിനുള്ള കാലം ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ റെഫറൻസ് വെച്ചിട്ട് ഒരു കാര്യം പറയുകയോ അല്ല ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് നമ്മൾ കൊട്ടേഷൻസ് ഉപയോഗിച്ചിട്ട് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് മതനിന്ദാ പരിധിയിൽ വരില്ല. ഇപ്പം കൽക്കട്ട ഖുറാൻ കേസ് എന്ന് പറഞ്ഞൊരു കേസ് വളരെ പ്രമാദമായൊരു കേസാണ്. അതിൽ ഖുറാൻ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി വന്ന കേസാണ്. അതിൽ അവർ മുഴുവൻ തന്നെ ഉദ്ധരിച്ചത് ഖുറാനിലെ വാക്യങ്ങൾ തന്നെ ഉദ്ധരിച്ച് അവസാനം കോടതിക്ക് ഗവൺമെന്റിനും അതിൽ തലയുരാൻ മേലാത്തൊരവസ്ഥയെ വന്നെന്നുള്ളതാണ്. അപ്പം ഖുറാൻ നിരോധിക്കണം എന്ന് പറഞ്ഞ വാദം പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു കൽക്കട്ട ഖുറാൻ കേസിൽ വന്നത്. അതൊക്കെ ചിലപ്പോൾ ഇനി തിരിച്ചു വന്ന അതാ. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം നിങ്ങൾ ഡോക്ടർ പറയുന്ന അത്തരം കാര്യങ്ങളൊന്നും പറയുന്ന ഒരിക്കലും മതനിന്ദയുടെ പരിധി വരുന്നില്ല. മനഃപൂർവ്വം നമ്മളെ ഒതുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വിജയിക്കും തോന്നുന്നുണ്ടോ? ഇല്ല, വിജയിക്കുകയാണെങ്കിൽ തന്നെ അതൊരു ചരിത്രമായിരിക്കും ഞാൻ പറയാം. ആയിരിക്കും. അതേക്കുറിച്ച് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഭയന്നുള്ള കാര്യമില്ലല്ലോ. കാരണം കേരളത്തിൽ മുമ്പ് വന്ന കേസുകളിലൊക്കെ തന്നെ ഇപ്പോൾ അമൃതാനന്ദമയ്ക്കെതിരായിട്ടുള്ള പല കേസുകൾ വന്നിട്ടുണ്ട്. ആ കേസുകളിലൊക്കെ തന്നെ മറ്റുള്ളവരുടെ പുസ്തകങ്ങളിൽ നേരത്തെ കൊട്ടേഷൻ ആണ് എന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആൾക്ക് അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ ഒന്നാമത്തെ അവൾ പ്രതിയല്ല, ഇതിനകത്ത് അവർ പ്രതി മറ്റതാണ്. അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചെന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് പ്രൈം അക്യൂസ്ഡായിട്ട് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അല്ല, ഞാനും പറയുന്നത് ഇത് വിജയിക്കണം അവര്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പണി കുറേ കൂടി എളുപ്പമാവും. കാരണം ഇത് കൂടുതൽ ചർച്ച വിഷയമാകാനും എളുപ്പമാകാനും ഒക്കെ. പക്ഷെ നമുക്ക് മെനക്കെടാണ്, ഇതിന്റെ പിന്നാലെ പോകണം, പണച്ചെലവും സമയച്ചെലവും ഒക്കെ ഒരു വശത്ത് അതൊരു വശം. പക്ഷെ എന്നാലും നമ്മൾ ആ ഫൈറ്റിങ്ങിൽ ഒരു എസ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അതെ. മാത്രമല്ല, ഇപ്പം നിങ്ങൾ എക്സ് മുസ്ലിംസിൻ്റെയും അതുപോലെ തന്നെയുള്ള നിങ്ങൾ കുറേ അധികം ആളുകളുടെ ഇടപെടൽ കൊണ്ട് ഒരുപക്ഷെ ഇസ്ലാം മതത്തിന്റെ പേര് ഏതാണ്ട് പൂർണ്ണമായിട്ട് തീരുന്ന ഒരു അവസ്ഥയുണ്ട് ഇല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അവരുടെ ആ അവസാന ഒരു രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു രീതിയിൽ പലപ്പോഴും അവർ എടുത്തു ചാടുന്നതും നമുക്ക് നിരന്തരമായിട്ട് ഇസ്ലാമിക പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ നടക്കുന്ന എനിക്ക് തോന്നുന്നത് ഇസ്ലാമിൻ്റെ ആയിട്ടൊരു അവസ്ഥ ഒരു കേരളത്തിലെങ്കിലും ഇതായിട്ടുള്ള നിലവിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിം വീട്ടിലും ഒരു എക്സ് മുസ്ലിങ്ങളും ഉണ്ട്. ഇപ്പോൾ ഉണ്ട്, ഒരാളെങ്കിലും ഉണ്ട്. അതാണ് ഇപ്പൊ നിലവിലെ പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുതലായിട്ട് അത് ഒന്നെന്നുള്ളത് 2, 3 ആവുന്ന ഒരു സമയത്തിലേക്കാണ് ഇനി അത് പോകാൻ നിൽക്കുന്നത്. അത് ഇസ്ലാമിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു വിഷയമാണ് അത്. അപ്പം
നമ്മൾ പോലും ലക്ഷ്യം വെക്കുന്നതാണ് എല്ലാ വീട്ടിലും ഒരു എക്സ് മുസ്ലിങ്ങളും എങ്കിലും ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഇതിനോടകം തന്നെ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ. അത് എത്ര പേര് പുറത്തു വന്ന് പറഞ്ഞു എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ ഇന്റേണലി എങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അത് ശരി. അപ്പൊ അത് നിശ്ചയമായും നമ്മുടെ പ്രവർത്തനം നിർഭാരമാണെന്ന കാര്യത്തിന് അത് സംശയമൊന്നുമില്ല, ഒരു സംശയമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എവിടെ വരെ ടാർഗറ്റ് അച്ചീവ് ചെയ്തുകൊണ്ടുണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ടാർഗറ്റ് നിലവിൽ ഇതായിരുന്നു, ഒരു വീട്ടിൽ ഒരാളെങ്കിലും എക്സ് മുസ്ലിം. അത് ഓൾറെഡി നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് 2-3 ആക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള അടുത്ത പടിയാണ് നമ്മൾ. അപ്പൊ അവരുടെ ഒരു എന്താണ് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ മാത്രമല്ല, ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ വീണ്ടും ശക്തിപ്പെടുന്നു എന്നുള്ളത് ഒരു ഫാക്ട് തന്നെയല്ലേ അല്ലേ? ഏറ്റവും ഒടുവില് SIOയുടെ ഒരു ക്യാമ്പയിന്റെ പോസ്റ്ററില് വളരെ കൃത്യമായിട്ടും അവരെ അവതരിപ്പിക്കുന്നതും, അതുപോലെ നമ്മുടെ മീഡിയ വണ്ണും അതുപോലെ മാധ്യമം പത്രവും ഒക്കെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതുമൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയമാണ്. അതായത് ഹനിയയും സിൽവാറുമുള്ള സ്വർഗത്തെ കിനാവ് കാണുന്ന വിദ്യാർത്ഥി കൂട്ടം. എന്നിട്ട് പറയുന്നു, ഫണ്ടയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ മറക്കാതിരിക്കുക. ഇത് കേരളം പോലെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തില് ഒരു യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത്രയൊരു മുദ്രാവാക്യം ഉയർത്തിയാൽ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇസ്മായിൽ ഖനി ആരെന്ന് സിൽവർ ആരെന്നൊക്കെ അറിയാം. അപ്പോൾ ഈ പറയുന്ന ഹമാസിന്റെ ഈ തീവ്രവാദികളുടെ പടം വെച്ച് പോസ്റ്റർ ഇറക്കിക്കൊണ്ട് സൗദി അല്ലെങ്കിൽ അതാണ് പലസ്തീൻ്റെ വഴിയെ നടക്കുക. അതാണല്ലോ ഫണ്ടയുടെ വഴി എന്ന് പറഞ്ഞാൽ പലസ്തീൻ്റെ വഴിയാണല്ലോ. അപ്പോൾ പലസ്തീൻ്റെ വഴിയെ നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത്ര പരസ്യമായ പോസ്റ്റർ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ അത് എന്താണ് കേരളത്തിലല്ലേ ഈ പറയുന്ന ഇസ്ലാമികവാദികൾക്ക് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ബഹുസ്വര സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? ബഹുസ്വര സമൂഹത്തോട് ഇവര് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇങ്ങനെയാണ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ തീവ്രവാദികളെ വരെ ഞങ്ങൾ പിന്താങ്ങും. നിങ്ങൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് തീവ്രവാദി ആയിക്കൊള്ളുന്നില്ല. ഞങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നത് മതത്തിന്റെ കണ്ണിലൂടെയാണ്. ഇത് ഞങ്ങൾക്ക് ഇതേ സൗകര്യമുള്ളൂ എന്ന് പറയുന്ന മെസ്സേജാണ്. സൗകര്യമുള്ളത് മാത്രമല്ല, ഇതൊരു ഭീഷണിയല്ലേ? അതൊരു ഭീഷണി. കാരണം ജനാധിപത്യ ബഹുസ്വര സമൂഹമാണ്, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഇസ്മായിൽ ഖനിയുള്ള തീവ്രവാദികൾ, അതായത് പലസ്തീന് അങ്ങനെ തീവ്രവാദികളുടെ വഴിയാണ് നമ്മുടെ വഴി, ആ വഴിയുള്ളവർ നമ്മുടെ പുറകെ വരിക എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതെ, അതെ ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ ഒരു കുഴപ്പം, ഇന്ത്യയുടെ പ്രത്യേകത എന്താ? നമ്മുടെ ഇവിടെ മതരാഷ്ട്രമല്ല, മത ഭരണകൂടമല്ല. അപ്പോ ഇവിടെ ജനാധിപത്യ മതേതര സംവിധാനങ്ങളാണുള്ളത്. ഈ കൂട്ടം ആളുകൾ, ഇപ്പൊ SIO ആയാലും മൗദൂദി ചാനൽ, സിമിയുടെ പുതിയ രൂപമാണത് അല്ലേ? അതെ അതെ, സിമിയുടെ പുതിയ അവതാരമാണല്ലോ തീർച്ചയായിട്ടും. ജമാഅത്തെ ഇസ്ലാമിയുടെ കക്ഷികളാണ്. അപ്പൊ പറഞ്ഞത്, അവര് യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം എന്താ? ഹുക്കുമത്തെ ഇലാഹിയാണ്, ഇഖാമത്തുദ്ദീൻ. ഇത് രണ്ടുമാണ്. ഇതിന്റെ നേരിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. സാധിക്കത്തുമില്ല. ഇന്ത്യയിൽ അത്തരം ഒരു വാദമായിട്ട് ഇവർ വന്നാൽ ഇവരുടെ അവസാനം എന്നുള്ളത്. അപ്പൊ ഇവര് ചെയ്യുന്നത് എന്താണ്? ഇവര് ചെയ്യുന്നത് ഈ സംവിധാനങ്ങളെ അതിനെ ഇവിടെ ഹൈജാക്ക് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. ആ ഹൈജാക്ക് ചെയ്ത് അതിനകത്ത് കൂടെ നുഴഞ്ഞു കയറിക്കൊണ്ട് അവരുടെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് അവരെടുക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് പബ്ലിക്കായിട്ട് ഇപ്പൊ പറയുന്നു. ഇത് സത്യത്തിൽ ഇവിടുത്തെ പൊതുജനത്തിന് ഒരു വാണിംഗ് ആണ്. അവർ ചെയ്യുന്ന സംഗതികൾ ഇന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സിഗ്നലാണ്. ഇത് മനസ്സിലാക്കിയാൽ, ഇവരെ അകറ്റി നിർത്തിയാൽ, ഈ തരം ചിന്തകളിലേക്ക് പോകുന്ന മുസ്ലിമിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ, ഇതിനെ കോൾ ഔട്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് നമ്മളെ നാടിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഈ തരം കാര്യങ്ങൾ നമ്മളെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാടിനെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ട സമയമായി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇസ്മായിൽ ഖനിയയുടെ മയ്യത്ത് നമസ്കാരം പരസ്യമായിട്ട് കേരളത്തില് മലപ്പുറത്ത് നടത്താൻ ഇവർ തയ്യാറായി. അതിലൊരു തമാശയുണ്ട്. അതായത് ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്ത സംഭവം നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും. അന്ന് ഇത് പറയുമ്പോൾ ആരും വിശ്വസിക്കാറില്ല. ഇത് ഇങ്ങനെ അങ്ങനെ നിസ്സാരമായ ഒരു കാര്യം എന്ന രീതിയിൽ പോകുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോ പോലും നമ്മൾ നുണ പറയുന്നതാണ് പറയുന്നത് ഇപ്പോഴും. അപ്പൊ നമ്മൾ ആലോചിക്കുകയാണ്, ഈ ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ട് ഇവിടെ കവിത എഴുതിയ ആളുകളുണ്ട്, ജി സുധാകരൻ. അതുകൂടാതെ ഇടതുപക്ഷ ഒരു ഭാഗം തന്നെ ലാദൻ അവതരിപ്പിക്കുന്ന ആ രീതിയിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് മുസ്ലിങ്ങളുടെ ഇടയിലും പള്ളികളിൽ ഇത് നടക്കുന്നത്. അപ്പോ അന്നും നിസ്കരിച്ചിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ഇത് തീവ്രവാദിയാണ് എന്ന് പൂർണ്ണമായിട്ട് സമ്മതിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം ഒസാമ ഫൈറ്റ് ചെയ്തത് സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയോട് ആണ് എന്നതുകൊണ്ടാണ് അവര് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ബില്ലാളി വീരനായിട്ട് അങ്ങനെ വരെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്
മുൻകൈ എടുത്തത് ഒരു ഇസ്ലാമിക ഒരു ആൺകുട്ടി വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അതേപോലെയാണ് ഇപ്പൊ ഇവിടെ സിൻവർ, യഹിയ സിൻവർ എന്ന് പറയുന്ന ആളായാലും നമ്മളുടെ ഹനിയ ആയാലും ഇവരൊക്കെ ആ ലെവലിലാണ് ഇവര്. അല്ല, നമ്മളിപ്പോ ഇസ്രായേലിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ല ഒരു യുദ്ധത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ മീഡിയ വണ്ണും അതുപോലെ തന്നെ മാധ്യമമൊക്കെ വളരെ പരസ്യമായിട്ട് ഇതിന്റെ ചെയ്യുമ്പോൾ അവരെന്ത് ജനാധിപത്യത്തെയാണ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് സപ്പോർട്ട് കൂടുക ചെയ്യുന്നത്. ഇസ്രായേൽ സപ്പോർട്ട് കൂടുന്നത് മാത്രമല്ല, ഇവര് സ്വാഭാവിക സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും ഈ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് വളരെ അനായാസമായ ഒരു വഴിയും അവര്, അതായത് ഹിന്ദുത്വവാദികൾ പറയുന്ന വാദങ്ങളെ ലെജിറ്റിമൈസ് ചെയ്ത് കൊടുക്കുക. അവര് പറയുന്ന കാര്യങ്ങളാണ് ഇത് തന്നെയല്ലേ ഞങ്ങൾ പണ്ടേ പറഞ്ഞെന്ന് അവര് പറയാണ്. ഇപ്പോ ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുമ്പോൾ നമ്മളെ എതിർക്കാൻ വരുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ, ഈ മീഡിയ വണ്ണ പോലെ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ജനാധിപത്യ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അതിനോട് പ്രതിരോധിക്കാൻ കേരളത്തിൽ ഒരു ശക്തികളും ഇല്ല എന്നുള്ളത് സത്യമല്ലേ? അതാണ് ഇതിൽ ഏറ്റവും വലിയ ദുരന്തം, അപകടം പിടിച്ചൊരു കാര്യം. അത് സമൂഹത്തിന് ഇപ്പൊ നമ്മളിങ്ങനെ ചെറിയ ചാനലുകളിലൂടെ നമ്മൾ പറയുന്നു, ഇതാണ് നമുക്ക് ആകൂടി ചെയ്യാൻ പറ്റുന്നത്. ഇത് പൊതുമധ്യത്തിൽ ഇത് പറയേണ്ട വിഷയമാണ്, ജനമധ്യത്തിൽ ഇത് ചർച്ചയാക്കേണ്ട വിഷയമാണ്. അവരിത് സൈലന്റ് ആയി പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും അല്ല, കേരളത്തിലെ ബുദ്ധിജീവികളെല്ലാം ആളുകളെല്ലാം എന്ന് പറയുന്ന ഒരു ഏകപക്ഷ അല്ലെങ്കിൽ ഒരു വശം മാത്രം കാണുന്ന ആളുകളാണ്. പക്ഷെ നമ്മളത് പറയുമ്പോഴും കേരളത്തിലെ ഈ പറയുന്ന ഇത്തരം ഒരു ന്യൂനപക്ഷ മുസ്ലിം തീവ്രവാദ SDPI പോലെ അല്ലെങ്കിൽ ഇസൈ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെ അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ആ ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊത്തം മുസ്ലിം, മൊത്തമല്ലാത്ത അതിനകത്ത് പെടാത്ത മുസ്ലിം എന്നൊക്കെ പറയുന്നത് ഇറലവന്റ് ആക്കുകയല്ലേ ചെയ്യുന്നത് ഈ മുസ്ലിങ്ങൾ. അല്ലെങ്കിൽ അവർ ആ ഭാഗത്തുനിന്ന് എതിർപ്പ് വരണം. അവർ എതിർക്കുന്ന ലീഗിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക ചിന്തകന്മാരുടെ ഇടയിൽ നിന്നോ അല്ല അത്തരം ഇസ്ലാമിക ജനാധിപത്യവാദികൾക്കിടയിൽ നിന്നോ ഇത് ശരിയല്ല എന്ന് പറയാൻ ആളുകൾ വരുന്നില്ല. സിൻവറിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച പോസ്റ്ററുകൾ ഇവിടെ വ്യാപകമായിട്ട് നിസ്കരിച്ചതിന്റെ ചിത്രങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങളിത് നിസ്കരിച്ചില്ല, ഞങ്ങൾ ഈ നിസ്കാരത്തിന് എതിരാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി ഒരു പോസ്റ്റർ അടിച്ചോ? ഇല്ല, പ്രസ്താവനകൾ നടത്തിയിട്ടില്ല. അപ്പൊ പിന്നെ നമ്മള് പിന്നെ എന്തിനാണ് ഇതിൽ ഇവരാണ് തീവ്രവാദ മുസ്ലിം, ഇവര് തീവ്രവാദ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ ബാധ്യത നമുക്ക് എങ്ങനെയാവുന്നത്? ഇതിനെ തള്ളി പറയേണ്ട ബാധ്യത മുസ്ലിങ്ങളുടെ അല്ല. എന്നാലും നമുക്കൊരു സമൂഹം എന്ന നിലയിൽ, ഒരു ബഹുസ്വര സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന നിലയിൽ അവർ സ്വാഭാവികമായിട്ടും ഇരകളാക്കപ്പെടുന്ന അല്ലെങ്കിൽ ആക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നില്ലേ? അതിന് വഴിവെക്കുന്നത് അവർ തന്നെയാണ്. അതെ. അപ്പോ അത് തള്ളി പറയേണ്ടത് ആരാണ്? ആദ്യം നമ്മളല്ലല്ലോ, അവര് തന്നെയല്ലേ തള്ളി പറയുന്നത്. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്ന് പറയേണ്ടത് ആരാണ്? ഇപ്പൊ നമ്മളെ കാലിൽ ഒരാൾ ചവിട്ടി നിൽക്കുമ്പോ ആ ചവിട്ട് കൊണ്ടാളല്ലേ പറയാ കാല് മാറ്റ് വേദനിക്കുന്നത്. ഇത് അവര് പറയുന്നില്ല. അതല്ലേ ഇവിടെ സംഭവം. അത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങള് ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പം ഇവരുടെ പല കൃതികളിലും വളരെ കൃത്യമായി ഞങ്ങൾക്ക് ഡെമോക്രസിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നും തിയോക്രസിയിലാണ് വിശ്വാസമെന്നും ഞങ്ങൾക്ക് അല്ലെങ്കിൽ അതാണ് പ്രധാനം എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിന് ദഹിക്കുന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലേ? ഞാൻ പറയാത് പൊതുസമൂഹത്തിന് നല്ലോണം ദഹിക്കുന്ന ഒരു സാധനമാണെന്നാ പറയുന്നത്. എന്താ വെച്ചാൽ ഇവിടെ 2047 ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പറയാൻ മാത്രമല്ല, ഡോക്യുമെന്റ് എഴുതാൻ മാത്രമല്ല, അത് പോലീസ് പിടിക്കാൻ മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് നടത്തിയ ഗൂഢാലോചന ശ്രമങ്ങൾ തുറന്നു കാണിക്കാൻ മാത്രമല്ല, അതിനുവേണ്ടി സ്വരൂപിച്ച ഫണ്ട് പിടിച്ചെടുക്കാൻ മാത്രമല്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്രോതസ്സുകൾ അടക്കിയ മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ അടക്കം ഉണ്ടായിട്ടുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ എക്സ്പോസ് ചെയ്യാൻ മാത്രമല്ല, അതിൽ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു, എല്ലാത്തിനുപരി അവരുടെ സ്ഥാപനങ്ങൾ കണ്ടുകെട്ടുന്നു. ഇപ്പോഴും അതിലേക്ക് ഗൂഢാലോചന നടത്തിയ ആളുകളെ പിടിച്ചെടുക്കുന്നു, അതിന്റെ പേരിൽ ജാമ്യം നിഷേധിക്കുന്നു. എന്നിട്ട് ഇവര് ആരും ഞെട്ടുന്നില്ല, ഇവരാരും ഇതിനെ പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടാ? ഇത് ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്യാത്തതുകൊണ്ടാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ആയിരുന്നു ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ നടന്നതെന്നുണ്ടെങ്കിൽ ഇന്നിവിടെ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഹിന്ദുരാഷ്ട്രവാദികൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നില്ല. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവരെ പതുക്കെ അനുവദിച്ചു കൊടുത്തിട്ട് അല്ല ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നില്ല എന്ന് പറയുമ്പോ ചെയ്തതിന് മുൻനിർത്തിയല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഈ ചെയ്തതിന് ഈ പറഞ്ഞതെല്ലാം തെളിവുള്ളതാണ്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ഞെട്ടുന്നില്ല, എന്നിട്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ അവര് ഉണ്ടാവുമ്പോ നമ്മൾ ഞെട്ടുന്നല്ല നമ്മൾ പറയുന്നത്. ഇത് മുന്നിലുള്ളപ്പോ നമ്മൾ അതിനോട് പ്രതികരിക്കണ്ടേ? ഇത് ആ സമയത്ത് പ്രതികരിക്കുക പറഞ്ഞാല് ഇസ്രായേൽ ഹമാസ് വരുമ്പോഴും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുക, പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളുകള് ഹമാസിനെ ഒരു എന്താ പറയുന്നത് ഒരു വിശുദ്ധ സേനയായിട്ടോ രക്ഷകന്മാരായിട്ടോ കാണുന്ന ഒരു അവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ട്. നമ്മളിപ്പോ ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല, ഒരു തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുന്ന ആ സന്ദേശം
നമ്മുടെ പൊതുസമൂഹത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അല്ല, ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്നില്ല, ഇതൊക്കെ തീവ്രവാദമാണെന്നൊക്കെ പറയുമ്പോൾ ആ കമ്പാരിസനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്. അവരെങ്ങനെ രാജ്യം വന്നു ആ ചരിത്രം നമുക്ക് പറയണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ നമ്മൾ നിലവിലത്തെ സാഹചര്യത്തിൽ അവരൊരു രാജ്യമായിട്ട് റെപ്രസെന്റ് ചെയ്ത് അവരുടെ സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നടത്തുന്നു. അവരുടെ രാജ്യത്ത് കടന്നു വന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയ ആളുകളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഹോസ്റ്റേഴ്സ് ആയിട്ട് പിടിച്ച്. അതുകൂടാതെ ഇതേ രാജ്യത്ത് അറബികളടക്കം മുസ്ലിങ്ങളടക്കം ജീവിക്കുന്നു. അപ്പൊ ആ ഒരു സ്ഥാനത്ത് ഇവർ ആരോടാണ് ഏറ്റുമുട്ടുന്നത്? ഒരു കൂട്ടം ബാർബറിക്കായിട്ട് അൺസിവിലൈസ്ഡ് ആയിട്ട് നടത്തിയ യുദ്ധ നിയമങ്ങളെ ഒന്നുപോലും പാലിക്കാത്ത രീതിയിൽ നടത്തിയ തീവ്രവാദ ആക്രമണം നടത്തിയ ഒരു കൂട്ടം ആളുകളായിട്ടാണ്. കാരണം ഇസ്രായേൽ ചെയ്യുന്നത് സൈനിക നീക്കങ്ങളാണ്. എന്ന് വെച്ചാൽ അപ്പുറത്തുള്ള സൈനികരെയാണ് പിടിക്കാനും അവർ ഒളിച്ചിരിക്കുന്ന താവളങ്ങൾ. അത് നമുക്ക് പറയാൻ ശരിയാൻ പറ്റുമോ? അതപ്പോ നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മാനവികതാവാദിക്ക് യുക്തിവാദിക്ക് പറ്റുമോ? അല്ല, ഏതെങ്കിലും എവരി എക്സ്റ്റെന്റില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? യുദ്ധത്തെ അല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, ഇതിനകത്തുള്ള കാര്യം നമ്മൾ പറയുക ചെയ്യുന്നത്. ഇപ്പൊ ഇസ്രായേലിൽ ചെയ്യുന്നത് എന്തെന്ന് നമ്മൾ പറഞ്ഞ ഉടനെ അത് യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നതാവുന്നില്ല. നമ്മള് ഇസ്രായേൽ ചെയ്യുന്നതും ഹമാസ് ചെയ്യുന്നതും ഒന്നാണെന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഹമാസ് ഏതാണ്ട് ഇല്ലാതെയൊക്കെ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത്ര തീവ്രമായ 50,000 ആളുകള് 2,00,000 ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ UN പറഞ്ഞിട്ടില്ല, ആര് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നുമില്ല. അത് സ്വാഭാവികമായിട്ടും ഒരു യഹൂദ മുസ്ലിം വംശീയതയുടെ പ്രശ്നമായിട്ട് വരുന്നില്ലേ? യഹൂദ ഈ പ്രശ്നത്തിന്റെ കാതലായ പ്രശ്നം അത് തന്നെയാണ്. അതെ, വംശീയതയാണ്. അതിപ്പോ ആരും പറയുന്നില്ലല്ലോ, പറയുന്നില്ല. അവിടെയാണല്ലോ ഇതിന്റെ വിഷയം കിടക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഉള്ള സാഹചര്യം നമ്മൾ പറയുന്നു. അത് നിങ്ങൾക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, തോന്നലല്ലോ, അതൊരു തോന്നലാണോ? ആണല്ലോ. അല്ല, അതൊരു അതിന്റെ അടിസ്ഥാന സ്വാഭാവികമായിട്ടും ഒരു വംശീയതയുടെ പ്രശ്നം തന്നെയാണ്. അത് ഇന്നും തുടങ്ങിയല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ബൈബിളിന്റെ കാലം അല്ലെങ്കിൽ ഖുറാന്റെ കാലം മുതൽ തുടങ്ങിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള യെരൂശലേമിലെ ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളുടെ രക്ഷകന്റെ രാജ്യത്തിന് വേണ്ടി മോചിപ്പിക്കാനുള്ള അതാണല്ലോ പണ്ട് ക്രിസ്ത്യാനിറ്റി ഇസ്ലാം നടന്ന കുരിശുദ്ധങ്ങളുടെയും ഒക്കെ അടിത്തറ ഇതായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് പ്രവർത്തിച്ചത് ഈ വംശീയതയും രക്ഷകന്റെ രാജ്യവും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിന് ഒരു വംശീയവാദത്തെ ഏതർത്ഥത്തിലല്ല, ആരുടെ പക്ഷേ ഇസ്രായേൽ ഇന്ന് നിലനിൽക്കുന്നത് ആ ഒരു വാദത്തിന്റെ മുകളിലല്ല. അവരങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ആളുകൾ ജൂതന്മാർ അതിനകത്തുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് നിലവിൽ നിൽക്കുന്നത് ഇപ്പൊ അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ അത് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ കോഎക്സിസ്റ്റൻസ് ആണ് അവർ മുന്നിൽ വെക്കുന്നത് കാര്യം. നൈബർഹുഡ്സുമായിട്ട് അവർ എന്തിനേറെ ഇപ്പൊ ഈ യുദ്ധം ഒക്ടോബർ 7 ഉണ്ടാവുന്ന പശ്ചാത്തലം പോലും പരിശോധിക്കുക. ഇവരാദ്യം ആക്രമിച്ചു അല്ല, പശ്ചാത്തലം എന്ന് പറയുന്നത് സൗദി അറേബ്യയുമായിട്ടുള്ള ആ ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിന്റെ ഇടയിലാണ് ഈ വിഷയം നടക്കുന്നത്. നമ്മൾ ഒരു നിലവിലത്തെ സാഹചര്യത്തിൽ നിന്നിട്ടല്ലേ നമുക്ക് ഈ കാര്യത്തിനെ കാണാൻ പറ്റുള്ളൂ. പഴയത് പറയാനാണെങ്കിൽ പലതും പഴയത് കാര്യമില്ല. ഇന്നത്തെ കാര്യം അതിലെന്താണ്, അത് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രോക്സി വാർ ഒരാവശ്യമില്ലാതെ. അത് തന്നെ 2005 ശേഷം ഇസ്രായേൽ അവിടെ ഇല്ല, ഗാസയിൽ. അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത സ്ഥലമാണ്. അതിനുശേഷം അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഹമാസ് തന്നെയാണ്. അപ്പോഴാണ് ഈ യുദ്ധം നടക്കുന്നത്. ഇതിനെങ്ങനെ നമുക്ക് ഹമാസാണ് ആദ്യം എങ്ങനെയാണ് നമുക്ക് ഹമാസിന്റെ ഒപ്പം നിൽക്കാം, ഇസ്രായേലിനൊപ്പം നിൽക്കില്ല? ഇവിടെ കടന്നു കയറി ആക്രമണം നടത്തിയത് ഹമാസ് തന്നെയാണ്. അവിടെ നമുക്ക് ഇസ്രായേലിനോടൊപ്പം നിൽക്കാനേ പറ്റൂ. അത് നിങ്ങൾക്ക് തോന്നലോ? പക്ഷെ അതിന്റെ ഒരു പരിധി കഴിഞ്ഞത് മാത്രമല്ല, ഇസ്രായേൽ ജനതയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യഹൂദവംശമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭീകരമായിട്ട് പിടിക്കപ്പെട്ടുള്ള ഒരു വിഭാഗമാണ്. ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ഹിറ്റ്ലറിനെ കുറിച്ച് മാത്രം 60 ലക്ഷം യൂതരെയാണ് ഹിറ്റ്ലർ കൊന്നത്. അത് കഴിഞ്ഞിട്ട് ലോകത്തെമ്പാട് ഇസ്രായേലും യൂതർ എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യത്തിൽ പോലും ഏറ്റവും വലിയ വെല്ലുവിളിക്കപ്പെട്ട ഒരു ജനതയായിട്ടാണ് യൂതരെ കാണുന്നത്. അപ്പൊ അങ്ങനെ ഏറ്റവും വഞ്ചകരും ചതിയന്മാരും കൊള്ളക്കാരും ഒക്കെ ആയിട്ടൊരു ജനതയായിട്ട് അവരെ കാണുമ്പോൾ ആ ഒരു ജനത വീണ്ടും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം നിരന്തരമായ ഒരു ജനോസൈഡ് നടത്തുന്നതിനോട് നമുക്ക് എങ്ങനെയാണ് യോജിക്കാൻ പറ്റുന്നത്? ആദ്യം ഇത് ജനോസൈഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അല്ലേ, ഏത് യുദ്ധം ഒരു ജനോസൈഡ് അല്ലേ? ഏത് യുദ്ധവും ജനോസൈഡ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ജനോസൈഡ് നടത്തുന്നത് നമ്മൾ അതെ. അല്ല, നമ്മൾ യുദ്ധത്തെ ശരിയെന്ന് പറയല്ല ചെയ്യുന്നത്, യുദ്ധങ്ങൾ ഒഴിവാക്കണ്ട. പക്ഷെ ഇവിടെ നടക്കുന്ന സംഗതിയെ ഇസ്രായേലിനെ ഏതെങ്കിലും വിധേന കുറ്റം പറയാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ ഒരു കണ്ടു പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഉള്ള കാര്യമല്ലേ നമ്മൾ പറയേണ്ടുള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞു ഒക്ടോബർ 7 സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിന്റെ സാഹചര്യത്തിൽ അവിടെ മാർക്ക് നമുക്ക് ഹമാസിന് കൊടുക്കാൻ കഴിയില്ല. ഇല്ല, നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നമ്മൾ ആദ്യം പറയേണ്ടത് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചാണ്. അതിവിടെ ചർച്ച വരുന്നുമില്ല. വരാത്ത കാലത്തോളം
അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നടത്തുന്ന അത് നമ്മളാണെങ്കിൽ അതല്ലേ ചെയ്യുക. നമ്മളുടെ ഒരു 10 പേരെ പാകിസ്ഥാൻകാർ പിടിച്ചുകൊണ്ടുപോയ അതിന് ഏത് അറ്റം വരെ നമ്മൾ പോവില്ലേ? നമ്മുടെ രാജ്യം അതല്ലേ ചെയ്യുക. അത് തന്നെയല്ലേ ഇസ്രായേലും ചെയ്യുന്നത്. അതിനെ നമുക്ക് ജനോസൈഡ് എന്ന് വിളിക്കേണ്ടി വരുന്നത്, അതായത് സാഹചര്യം ഉണ്ടാവുന്നത് എങ്ങനെയാ? ആളുകൾ മരിച്ചു വീഴുന്നതാണ്. ഈ മരിച്ചു വീഴുന്നത് എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്? ഹമാസിന്റെ തന്നെ വക്താക്കള് അവിടെ പറയുന്നത് നമ്മളുടെ കുട്ടികൾ മരിച്ചു വീഴണം, അത് നെസസറി സാക്രിഫൈസ് എന്നുള്ള വാക്ക് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ ലക്ഷ്യം കൂടുതൽ കുട്ടികൾ മരിച്ചു വീഴണം, കൂടുതൽ സ്ത്രീകൾ മരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി അവർ ഹ്യൂമൻ ഷീൽഡ്സ് ആക്കി വെക്കുന്നത് നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റുമോ? അവര് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇപ്പോ ഹോസ്പിറ്റൽസിന്റെ അടിയിൽ, സ്കൂളുകളുടെ അടിയിൽ, അപ്പാർട്ട്മെന്റ് ബിൽഡിങ്സിന്റെ അടിയിൽ, അപ്പൊ ഇവരുടെ സിവിലിയൻസിന്റെ ഇടയിൽ തിങ്ങി പാർക്കുന്നിടത്ത് വന്ന് ഇരുന്നിട്ട് ഈ യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പോകുമ്പോൾ, ഇവർ ഒഴിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇവരെ തടഞ്ഞു നിർത്തിയിട്ട് കൊലയ്ക്ക് കൊടുക്കുന്ന പണിയാണ് ഈ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് സത്യത്തിൽ ഇവരെ കൊലയ്ക്ക് കൊടുക്കുന്നത്? അത് ഹമാസ് തന്നെയല്ലേ. എന്നിട്ടും അവർ കൊല്ലപ്പെടുമ്പോൾ അത് ജനോസൈഡാന്ന് പറയും, അത് ഇസ്രായേലിന്റെ തലയിലേക്ക് ഇടുകയും ചെയ്യുമ്പോൾ അത് ആ വാസ്തവത്തെ നമ്മൾ നിരാകരിക്കും കൂടിയല്ലേ ചെയ്യുന്നത്. അല്ല, അത് വാസ്തവത്തെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമ്പോഴും ഇപ്പൊ ദീർഘമായി നടക്കുന്ന ഈ യുദ്ധം അതിനൊരു അവസാനം കാണുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ 1 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അത്തരം സാഹചര്യത്തില് ഇപ്പൊ ഹമാസ് എന്ന് പറയുന്ന ഏതാണ് പൂർണ്ണമായിട്ട് നിസ്തേജമാകുന്ന ഒരു അവസ്ഥയാണ്. അല്ല, ഇതായത് ഇതിന് അവസാനം കാണാവുന്ന സാധ്യത മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോ യഹ്യ സിൻവർ കൊല്ലപ്പെട്ടപ്പോ അതിനകത്ത് കണ്ടത് എന്താണ്? അവർ എഴുതി വെച്ച ചില കാര്യങ്ങൾ, അതായത് ഹോസ്റ്റേഴ്സിന്റെ കാര്യം നമ്മൾ അവസാനേ പരിഗണിക്കാവൂ എന്ന്. ഇത് ഹോസ്റ്റേഴ്സിനെ ആ 2ാമത്തെ ദിവസം വിട്ടുകൊടുത്ത 2ാമത്തെ ദിവസം യുദ്ധം തീരില്ലായിരുന്നു ഒന്ന് പറഞ്ഞാൽ അതല്ലേ. അപ്പൊ അത് വിട്ടു കൊടുക്കാൻ പാടില്ല. പരമാവധി ഈ യുദ്ധം തങ്ങൾക്ക് അനുകൂലമാക്കണം, ഇസ്രായേലിനെ കോർണർ ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി പരമാവധി ആളുകൾ കൊല്ലപ്പെടണമെന്ന ഉദ്ദേശം എഴുതി വെച്ചിട്ട് സ്വാഭാവികമായിട്ട് അവരില്ലാതെ ആവുക അവസ്ഥയല്ലേ ഉള്ളൂ. അതെ, അത് അവർ എഴുതി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ലക്ഷ്യം എന്താണ്? നമ്മളിപ്പോ ഈ പറയുന്ന പോലെ ഇത്തരം ചോദ്യങ്ങൾ ഇസ്രായേലിന് നേരെ തൊടുക്കാൻ പാകത്തിന് ഇതാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അതിൽ അവർ വിജയിക്കുകയാണ്. അതിൽ UN പോലും പെട്ടുപോകുന്നു. ഹോസ്റ്റേഴ്സിനെ കുറിച്ച് UN പോലും മിണ്ടുന്നില്ലല്ലോ. അതാണ് അതിന്റെ വിഷയം. അപ്പൊ നമ്മൾ പറയുന്നത് ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുത്താൽ അടുത്ത ദിവസം യുദ്ധം നിൽക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. എന്നിട്ട് യുദ്ധം തുടരുകയാണെങ്കിൽ നമ്മൾ പറയും ഇത് ജനോസൈഡാണ്, ഈ യുദ്ധം അനീതിയാണ്. അല്ല, UN പറഞ്ഞിട്ടും അവരെ അനുസരിക്കുന്നില്ലല്ലോ. അവർക്ക് അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അതെ, അത് തന്നെയാണ് ഈ പറയുന്നത്. യുദ്ധം അവസാനിക്കണമെങ്കിൽ ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കണം. അതിനെ കുറിച്ചല്ലേ ഉള്ളു. അത് UN നമ്മൾ ഈ യുദ്ധം സീസ് ഫയർ എന്ന് പറയുന്ന ആ ഒരു ആർജവത്തിന്റെ 10-1 ഉപയോഗിച്ചിട്ട് ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുക്കണം എന്ന് UN പറയുന്നില്ലല്ലോ. അതാണല്ലോ ഇതിന്റെ പ്രശ്നം. അല്ല, അങ്ങനെ ശക്തമായിട്ട് ഹമാസ് യുദ്ധം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് അവരുടെ വിശുദ്ധ യുദ്ധത്തിന്റെ അവർ ഖുറാനിൽ നിന്നുണ്ടായ ആവേശം തന്നെയാണോ അത്? തീർച്ചയായിട്ടും. അത് ഹമാസ് എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ പാലസ്തീൻ കോസ് എന്നുള്ളൊരു സാധനം ഹമാസിന്റെ ചാർട്ടറിൽ പോലും ഇല്ല. അതിൽ പോലും അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇസ്ലാം തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്നത് ഇത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഇത് മതം ഇതിൽ വിഷയമല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹമാസിന്റെ ചാർട്ടർ എടുത്തു വെച്ചാൽ അതിന്റെ പ്രിയാമ്പിളിൽ അടക്കം അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് മതമാണ് അവിടുത്തെ വിഷയം. ഇത് നമ്മൾ അത് പറയാതെ ഈ വിഷയത്തെ കോർ വിഷയത്തെ അഡ്രസ് ചെയ്യാതെ എങ്ങനെ ഇതിനകത്ത് പരിഹാരം, അത് ഒരു ശരാശരി ഇടതുപക്ഷ ലൈനാണ്. ഇത് സാമ്രാജ്യത്തെ വിരുദ്ധ പറയുമ്പോ ഈ UN പോലും ഇടതുപക്ഷം നമ്മൾ സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇടതുപക്ഷ ലൈനാണ് എന്ന് പറയുന്ന ഇന്നിപ്പോ ഒരു എക്സ്ക്യൂസ് ആയിട്ട് വരികയാണ്. അത് പറ്റില്ല. ശരിക്കും ഇത് മതയുദ്ധം തന്നെയാണ്. തീർച്ചയായിട്ടും മതയുദ്ധം നിലയിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഹമാസിന്റെ ചാർട്ടറിൽ തന്നെ അവർ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതിനു വേണ്ടി നമ്മൾ ജിഹാദ് ചെയ്യണം എന്ന് തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇത് മതയുദ്ധം, ജിഹാദ് അത്ര തന്നെയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇന്ത്യൻ ഇത് കോണ്ടസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങളിലെ വളരെ സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ഇസ്ലാമിനെ ശക്തമായിട്ട് ഇങ്ങനെ ആക്രമിക്കുമ്പം അത് ഹിന്ദുത്വത്തിന് അനുകൂലമായിട്ടൊരു നിലപാടിലേക്കാണ് ആരിഫ് ഹുസൈനും എക്സ് മുസ്ലിംസും അല്ലെങ്കിൽ പുതിയ എസൻസുകാരും ഒക്കെ എത്തപ്പെടുന്നത് എന്നുള്ളത് വളരെ ശക്തമായിട്ടൊരു ആരോപണമുണ്ട്. എന്ത് പറയുന്നു? ഞാനിപ്പോ ഇന്ത്യയിൽ നിന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. ഞാൻ നാളെ ഇനി അമേരിക്കയിൽ പോയി നിന്ന് പറഞ്ഞവർ എന്ത് പറയുന്നു എന്നോടൊന്ന് പറഞ്ഞാൽ മതി. എനിക്ക് പറയാനുള്ള ഒരേ കാര്യം തന്നെയുള്ളൂ. അത് പിന്നെ അമേരിക്കയെ പോലെ ചന്ദ്രനിൽ പോയിരുന്നാലും എനിക്കിതേ പറയാനുള്ളൂ. കാരണം ഇസ്ലാം എവിടെ ഉണ്ടോ അവിടെ ഈ പ്രശ്നമുണ്ട്. അതിനെ നമുക്ക് വിമർശിക്കേണ്ടതായിട്ടും വരും. അതാത് സ്ഥലങ്ങളിൽ ഈ വിമർശനം ഏറ്റെടുക്കാനോ അതല്ലെങ്കിൽ ഈ പ്രശ്നം നേരിടുന്ന മറ്റാളുകളോ ഇതേ കാര്യങ്ങൾ ഏറ്റു പറയും. അത് പറയുന്നതിനെ നമ്മൾ എങ്ങനെയാ അത് അവര് പറയുന്നു എന്നുള്ളതുകൊണ്ട് നമുക്കിത് മിണ്ടാതിരിക്കാൻ പറ്റും. കാരണം ഇപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്റെ തന്നെ പ്രശ്നമാണ്. എനിക്കതിനെ കുറിച്ച് പറയാനേ പറ്റുള്ളൂ. അതെന്റെ അവകാശമല്ലേ. പക്ഷെ അത് ഇവിടെ പറയുന്നു, ഏത് കോണ്ടസ്റ്റിൽ പറയുന്നു എന്നുള്ളൊരു പ്രശ്നമല്ലേ. അങ്ങനെ പറയുന്നത് പ്രശ്നമാണെങ്കിൽ അതെന്താ ചെയ്യേണ്ടത്? ആ പ്രശ്നം എനിക്ക് വരാതെ നോക്കേണ്ട ബാധ്യത ഈ രാജ്യത്തിനല്ലേ.
ഇനി ഇവര് പറയുന്ന കണക്കിന് എക്സ് മുസ്ലിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് BJP വലതുപക്ഷം വളരുമെന്നാണെങ്കിൽ എക്സ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ BJP അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ എക്സ് മുസ്ലിങ്ങൾ അല്ല, BJP അത് ഇത്തരം കേസുകളില് സംഘപരിവാരത്തിന്റെ വേദികൾ ഉപയോഗിക്കുന്നുണ്ട്. സംഘപരിവാരത്തിന് ഇതേക്കുറിച്ച് വളരെ അവർ മാറിയെന്ന് കൃത്യമായിട്ട് കാണുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിനകത്ത് ശരിയല്ലേ? അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇപ്പോ നമുക്ക് വേദി ആര് തന്നാലും നമ്മൾ പോകും. മീഡിയ വിളിക്കുന്നില്ല, SDP നമ്മൾ വിളിക്കുന്നില്ല, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ വിളിക്കട്ടെ. നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടത് അവരോടാണ്, നിങ്ങളൊരു വട്ടമേശ സമ്മേളനം വിളിക്കുക, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാമെന്ന് അവരോട് പറയുമ്പോൾ അവർ വിളിക്കില്ല. അത് അവരുടെ രീതിയാണ്. അതേസമയം നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ അത് കൂടുതൽ കേൾക്കാനും അറിയാനും അത് ഇവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പോയി സംസാരിക്കും, അവരെ കുറിച്ച് അതിനെക്കുറിച്ച് പറയും. ഇനി മാത്രമല്ല, ഇന്ന് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഇപ്പൊ യൂട്യൂബ് ചാനൽ ഷാഡോ ബാൻ, അതല്ലെങ്കിൽ അവർക്ക് ഈ ബ്ലാസ്ഫമി ആരോപണം പോലും നേരിടേണ്ടി വരുന്ന അവസ്ഥ, അത് UP പോലും ഉണ്ട്. ഇന്ന് നിലവിൽ ഈ UP നിന്നും ഈ വിമർശനം നടത്തിയതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട് കേരളത്തിൽ ഒളിച്ചു താമസിച്ചിട്ട് ഈ വിമർശനം നടത്തുന്ന UP-കാരുണ്ട്. അപ്പോ UP ഭരിക്കുന്നത് BJP അല്ലേ? അവിടെ സംഘപരിവാർ ഇല്ലാഞ്ഞിട്ടാണോ? അപ്പൊ ഇതൊക്കെ നമുക്ക് പറയാൻ കൊള്ളാമെന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നല്ല. എക്സ് മുസ്ലിം സാഹിൽ എന്ന് പറഞ്ഞ ആളുടെ യൂട്യൂബ് ചാനൽ ഇന്നും ഇന്ത്യയിൽ ഷാഡോ ബാൻഡാണ്. അത് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ്, അത് BJP സർക്കാരാണ്. അപ്പൊ ഇതിവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എക്സ് മുസ്ലിങ്ങളെ വളർത്തി വിടുന്നു, അവർക്ക് ഏതെങ്കിലും വിധേന ഉപയോഗം ഇവർ എടുക്കുന്നു എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കാൻ പാടില്ലല്ലോ. ഏറ്റവും മിനിമം നമുക്ക് ഏറ്റവും സുഖമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന സ്ഥലം യോഗിയും കൂടിയുള്ള UP ആകണം. അവിടെ പോലും ഇത് നടക്കുന്നില്ല. അപ്പോൾ കേരളത്തിൽ ഇത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ അതിനുള്ളൊരു ഒരു പശ്ചാത്തലമുണ്ട്. അത് ഒരു ഉയർന്ന ജനാധിപത്യ ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ, അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താണ്. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആരിഫ് ഹുസൈനോ സി രവീന്ദ്രനോ ഒക്കെ സംഘികളാണ് എന്നൊരു ചാപ്പ നിങ്ങളുടെ മേൽ കുത്തപ്പെട്ടിട്ടുണ്ട്. അതേ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര വിഷമാണ് അത് കേൾക്കുമ്പോൾ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാളയത്തിലേക്ക് ഏറ്റവും ഒടുവിൽ വന്നത് KT ജലീലും പിണറായി വിജയനുമാണ്. അപ്പൊ അവരും കൂടി ഞങ്ങളുടെ പാളയത്തിലേക്ക് വന്നപ്പോ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ KT ജലീലിനെ പോലെയുള്ള ആളുകളെ കൂടെ ഞങ്ങളെ സംഘി എന്ന് വിളിക്കുന്നതിൽ വിഷമമുണ്ട്. അവരെ വേറെ വല്ല സംഘി അങ്ങനെ വിളിക്കുന്നില്ല, അത് സംഘിയല്ല. അതിപ്പോ ഏറ്റവും അവസാനം വന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും അവസാനം വന്നാൽ ആദ്യം വന്നാൽ സംഘി അല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം മതരാഷ്ട്രീയമാണെന്നൊക്കെ ഉള്ളത് ഏറ്റവും അത് ചിലപ്പോൾ ഒരുപക്ഷെ നാളെ പുള്ളി തിരുത്തിയേക്കും. അതാ പറയണേ, പറഞ്ഞില്ലെന്ന് പറയും. പക്ഷെ നിങ്ങളതല്ല, നിങ്ങൾ ആദ്യം തൊട്ടേ വർഷങ്ങളായിട്ട് ഈ ഒരേ പാതയില് നമ്മൾ തിരുത്തുന്നില്ല. നമുക്ക് ഇരട്ടത്താപ്പില്ല. നമ്മളൊരു കാര്യം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ചാപ്പയും പെർമനന്റ് ആണ്. ഇവര് ചാപ്പയെ ഭയന്നിട്ട് ചില കാര്യങ്ങൾ വിഴുങ്ങുന്നു, അത് നമ്മളുടെ കുഴപ്പമില്ല. അല്ല, അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റേ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് RSSനെതിരായിട്ടല്ല, RSSന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ട് എന്തുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ വീഡിയോ ചെയ്യാത്തത്? RSSന്റെ എതിർത്ത് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ എതിർത്ത് പറയുന്നുണ്ടല്ലോ. വിചാരധാരക്കെതിരായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ? വിചാരധാര ഇതിനെ കുറിച്ചുള്ള അതായത് ഇപ്പൊ നമ്മള് ഒരു കാര്യം പറയേണ്ടതിന്റെ കോണ്ടെക്സ്റ്റും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്തിനാ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്? ഇപ്പൊ വഖഫ് നിയമം ഇസ്ലാമിനെ നന്നാക്കാനാണോ? അല്ലല്ലോ, അല്ല, നന്നാക്കുകയല്ല ഒരു തരത്തിലും അല്ല. അതായത് ഈ വിഷയം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാണ്. അതായത് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു 5 വിഷയങ്ങൾ നമ്മൾ എടുക്കാം. യൂണിഫോം സിവിൽ കോഡ്, അതെടുത്തു കഴിയുമ്പോൾ അതിനകത്ത് എതിർപ്പായിട്ട് വരുന്നത് ആരാണ്? അത് മുസ്ലിങ്ങൾ, ഇസ്ലാമിന്റെ പക്ഷത്തുള്ള ആളുകൾ. ഇപ്പോ യൂണിഫോം പരിഷ്കരണം, അതല്ലെങ്കിൽ ഇപ്പൊ യൂണിസെക്സ് യൂണിഫോമിന്റെ വിഷയം വരുമ്പോൾ അതിൽ വന്നത് ഇതാണ്. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം വരുമ്പോൾ അപ്പൊ അങ്ങനെ നമ്മളൊരു ചുരുങ്ങിയത് ഒരു 5 വിഷയം എടുത്തു കഴിഞ്ഞാൽ 5ലും ഇസ്ലാം തന്നെയാണ് വരുന്നത്. അതിന് പകരം ഇതിലൊക്കെ ഇസ്ലാമിന് പകരം ഈ വിചാരധാരയും പൊക്കിപ്പിടിച്ച RSSകാരൻ അല്ല, ഇസ്ലാം അത് വരുമ്പോ തന്നെ സംഖ്യകൾ അതിന് വരുന്നില്ലേ? സംഖ്യകൾ ഇത്തരം കാര്യങ്ങളിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അവർക്ക് ഈ പറയുന്ന ഒരു സാമൂഹിക പരിഷ്കരണത്തിന്റെ ഒരു മതനിരപേക്ഷ നിർവചനമായിട്ടാണ് അവർ ശരിക്കും ആ യൂണിഫോം സിവിൽ കോഡ് മുസ്ലിമിനെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടുള്ള ഉപയോഗിക്കുന്നത്. നമ്മളെന്താ ചോദിക്കുന്നത്? നമ്മൾ പറയുന്നത് ഇപ്പൊ ഇത്തരവാദികൾ പറയാം, നമ്മൾ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് എല്ലാം ബന്ധിച്ച് മതേതരമായിട്ടുള്ള ഒരു സാധനത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. നമ്മളതല്ലേ പറയുന്നത്. പക്ഷെ BJP ഉയർത്തിക്കൊണ്ടുവരുന്ന യൂണിഫോം സിവിൽ കോഡ് BJP-കാരൻ ഒരു കാര്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ നമുക്കത് പറയാൻ പാടില്ല എന്ന് എങ്ങനെ പറയാം? എന്നില്ല, പക്ഷെ ആ കോണ്ടെക്സ്റ്റിലേക്ക് വരുന്നുണ്ടെന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നത്. BJP-കാരൻ ഇപ്പൊ കഞ്ചാവ് അടിക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് കഞ്ചാവ് അടിക്കാൻ പറയാൻ പറ്റും? അത് സാധാരണ വ്യക്തിയാ, അല്ല അതല്ലേ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് ഞാൻ പറയുന്നു, യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് BJP-കാരനും പറയുന്നു.
ഇതിലെന്താ പ്രശ്നം? അത് പ്രശ്നമില്ല. അവർ പറയുന്നത്, നമ്മൾ പറയുന്ന കോണ്ടസ്റ്റിലാണ്, നമ്മൾ പറയുന്ന നിയമങ്ങളാണ്, വകുപ്പുകളാണ് അതിനകത്ത് വരുന്നെങ്കിലും ഒക്കെയാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ യൂണിഫോം സിവിൽ കോഡിൽ നമ്മൾ എങ്ങനെയാ വിഷയത്തെ കാണുന്നത്? അത് വേണം, അതിൽ തുല്യമായിരിക്കണം എന്ന് നമ്മൾ പറയുന്നു. ഇനി ഇതിനോടൊപ്പം നമ്മൾ BJP-ക്കാർക്ക് അതിൽ വെക്കുന്ന ഒരു വിമർശനം ഉണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. എന്താണ്? അതായത് നിങ്ങളിത് യൂണിഫോമിറ്റിയാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ പോയിട്ട് ട്രൈബ്സിന് പറ്റൂല, അല്ലെങ്കിൽ വേറെ ആർക്കും പറ്റൂല, ആ പരിപാടിക്ക് നിൽക്കരുത്. കുറെ പേരെ ഒഴിവാക്കണം, എക്സെപ്ഷൻസ്. അപ്പൊ നമ്മള് വിഷയാധിഷ്ഠിതമായിട്ട് പോയിന്റ് ബേസ്ഡ് ആയിട്ടാണ്, പ്രശ്നാധിഷ്ഠിതമായിട്ട് കാണുമ്പോൾ ശരിയാണോ? ഓക്കെയാണ്. പ്രശ്നാധിഷ്ഠിതമായിട്ടും പോയിന്റ് ബേസ്ഡും ആണ് നമ്മുടെ വിമർശനം, അല്ലാതെ ഈ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് അല്ല. BJP-ക്കാർക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരാൻ പറ്റൂല എന്നല്ല നമ്മൾ പറയുന്നത്. അല്ല, BJP അങ്ങനെ കൊണ്ടുവരുമോ? കൊണ്ടുവരാം. ഇപ്പൊ ഉത്തരാഖണ്ഡ് സർക്കാർ കൊണ്ടുവന്നു. അത് BJP. അതുപോലെ പൗരത്വ നിയമ പ്രശ്നം വന്നപ്പോഴും ഇതുപോലെ തന്നെ ഏതാണ്ട് BJP-ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അതിൽ അങ്ങനെ നമുക്കതല്ലേ പറയാം. അതുപോലെ കർഷക സമരം വന്നപ്പോഴും BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട്. കർഷക സമരം വരുമ്പോ BJP-ക്കാർ പോലും അത് നടത്തിയില്ലല്ലോ. ഇല്ല, പക്ഷെ നമ്മുടെ നിലപാടുകൾ വരുമ്പോൾ, പേഴ്സൺസിന്റെ ഒക്കെ നിലപാട് വരുമ്പോൾ ആ നിയമം ശരിയാണ് എന്ന് പറയുന്നത് നിലപാടെന്നുള്ളതിനേക്കാൾ ഉപരി എന്റെ വ്യക്തിപരമായ നിലപാടാണ് ഞാൻ അവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനെ കൂട്ടത്തിനൊരു നിലപാടൊന്നുമില്ല. ഇപ്പൊ അതിൽ നമ്മൾ പറയുന്നു ഇത് കർഷകർക്ക് ഗുണമുള്ള സംഗതിയാണ്. ആഗോള തലത്തിൽ തന്നെ നടക്കുന്ന ഒരു പുരോഗമനത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമമാണ്, ഒരു പരിഷ്കരണമാണത്. ആഗോള സാമ്പത്തിക രംഗത്ത് പല കാര്യങ്ങളും നടത്തി പരിഷ്കരണമായിട്ട് മുന്നോട്ട് പോയ പോലെ ഇതിൽ നടത്തുന്ന ഒരു പരിഷ്കരണ നീക്കാണത്. പക്ഷെ ബേസിക്കലി അത് കർഷകർക്ക് വിരുദ്ധമായിട്ടുള്ള നിയമമാണെന്നുള്ളത് പൊതുവെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല നിയമങ്ങളിലും BJP കൊണ്ടുവന്ന കർഷക നിയമം കർഷകർക്ക് ഗുണമായിട്ട് വരുന്ന കാര്യം എന്ന് മാത്രമല്ല, അത് കൂടുതൽ ആളുകളെ കർഷക വൃത്തിയിലേക്ക് കൊണ്ടുവരാനും അതിനകത്ത് കൂടുതൽ പ്രൈവറ്റ് ഫണ്ടിങ് പോലും കൊണ്ടുവന്നുകൊണ്ട് നമ്മളുടെ രാജ്യത്തുള്ള കാർഷിക രംഗത്തിന് ഒരു വികസനം പോലും സാധ്യമാകുന്ന രീതിയാണ്. ഇന്നിപ്പോ കർഷകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഉണങ്ങിയ വരണ്ട ഒരു പാടവും മെലിഞ്ഞുണങ്ങിയ. പക്ഷെ അത് പറയുന്നത് അത് അവർ BJP കൊണ്ടുവരുന്ന കാർഷിക നിയമം എന്ന് പറയുന്നത് എല്ലാ നിയമങ്ങളും പറയുന്നത് കോർപ്പറേറ്റ് താല്പര്യമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മൊത്തത്തില് ഈ കാർഷിക കുത്തക അങ്ങോട്ട് പറഞ്ഞ രീതിയാണ്. നമ്മൾ പറയുന്നത് എന്താ വെച്ചാല്, ഒരു നിയമം കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്ന അത് നമ്മുടെ നാട്ടില് അത് നിയമമാക്കി മാറുന്നതിന് ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ അത് പോണം. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇപ്പൊ വഖഫ് നിയമം തന്നെ നമ്മൾ എടുത്തു നോക്കുക, ഇത് JPC-ക്കാണ് വിടുന്നത്. ഇതാണ് നമുക്ക് BJP-നോടുള്ള എതിർപ്പ്. ഇത് സത്യത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വെച്ച് അവിടെയാണ് ഈ ഡിബേറ്റ് നടക്കേണ്ടത്. അതിൽ BJP-ക്ക് മാത്രമല്ല ഉത്തരവാദിത്തം, അവിടെ പ്രതിപക്ഷത്തിന് അല്ല. BJP ഇത്തരം ഒരു നിയമങ്ങളും പാർലമെന്റിൽ വെച്ച് ചർച്ച ചെയ്യുകയോ വളരെ പെട്ടെന്ന് ഓർഡിനൻസ് ആയിട്ടോ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന അന്ന് രാവിലെ അവതരിപ്പിച്ച് വളരെ പെട്ടെന്ന് പാസ്സാക്കി എടുക്കുന്ന രീതിയിലാണ് ഈ നിയമങ്ങളെല്ലാം പാസ്സാക്കിയത്. അങ്ങനെയല്ലോ. അത് പല കർഷക നിയമങ്ങളും ഒക്കെ പിന്നീട് പാർലമെന്റ് വന്നതിന് ശേഷമാണ് പിന്നീട് പുറത്ത് ചർച്ചകളിലേക്ക് വരുന്നത്. ഇതാണല്ലോ അതിന്റെ പ്രോസസ്. അല്ല, പ്രോസസ് അതല്ല. ശരിക്കും ഇത് മുൻകൂർ എന്ത് ചെയ്യണം, പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയും പുറത്ത് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പോ കർഷക നിയമമാണ് ഇവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അത് കീറിക്കളയുകയും കത്തിക്കുകയും ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മളിവിടെ കണ്ടത്. ഇതെങ്ങനെയാണ് ഒരു ഇത് വന്നപ്പോഴോ നമ്മള് CA വന്നപ്പോഴോ CA അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. CA സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭീതി വ്യാപാരം ആരാ നടത്തിയത്? ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന നിയമമല്ലല്ലോ പൗരത്വ ഭേദഗതി. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ. അതിൽ BJP അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു വരത്തിക്കൊണ്ട് അല്ല, അത് പ്രത്യേകിച്ച് ബംഗാളിലെ, ബംഗ്ലാദേശിലെ, അല്ല ബംഗാളിൽ നിന്ന് വരുന്ന കുടിയേറ്റ മുസ്ലിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നം അതിനകത്തില്ലേ? കുടിയേറ്റ മുസ്ലിങ്ങളെയല്ലേ ബാധിക്കുന്നത്? അതെ, അവർ സ്വാഭാവികമായിട്ട് ഒരു നിലവിലെ ഇന്ത്യയിൽ ജീവിക്കുന്ന എന്നെ പോലെയുള്ള ഒരു മുസ്ലിമിന് ഒരിക്കലും ബാധിക്കില്ല. അടിവരായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണത്. ഇവിടെ സത്യത്തിൽ ഇത് ഈ പൗരത്വ ഭേദഗതി നിയമം അത് ബാധിക്കുന്നത് ആ 2014 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ അഭയാർത്ഥികളായിട്ട് വന്നുള്ള ആളുകൾക്ക്, അതിലെ മുസ്ലിങ്ങളല്ലാതെയുള്ള ആളുകൾക്ക് അവരുടെ ആ പൗരത്വം അത് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ ഭേദഗതിയാണത്. അത് ഒരു പ്രീഡേറ്റ് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് മുന്നേ ഉള്ള ഒരു നിയമത്തിന്റെ ക്ലോഷർ ആണത്. അല്ല, എന്തായാലും BJP-യെ പോലെ ഒരു പ്രസ്ഥാന സംഘപരിവാര സേന ഇത്തരം കൊണ്ടുവരുമ്പോൾ അവരുടെ കാര്യങ്ങളിലെ ഉദ്ദേശശുദ്ധി ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? നമ്മൾ ഉദ്ദേശശുദ്ധി നോക്കിയിട്ടല്ല കാര്യത്തിൽ. അല്ല, അത് നോക്കട്ടെ, നമ്മളൊരു കാര്യത്തിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കട്ടെ. ബില്ലിലെ ക്ലോസുകളാണ് നമ്മളുടെ. അതെ, ബില്ലിലെ ക്ലോസ് ശരിയാണോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ബില്ലിലെ ക്ലോസ് തെറ്റാണോ അത് നമ്മൾ എതിർക്കുക. അങ്ങനെ എതിർത്തിട്ടുള്ളത് നമുക്കുണ്ടല്ലോ. അതല്ലേ പറഞ്ഞ വഖഫ് നിയമം നമ്മൾ എടുക്കുക, അതിനകത്ത് നമുക്ക് അതിനകത്ത് എതിർപ്പുണ്ട്. വഖഫ് നിയമമൊക്കെ ഇന്നത്തെ ഒരു മോഡേൺ സൊസൈറ്റിയിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമില്ല, അത് വേറെ വിഷയം. പക്ഷേ അതന്നെ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോഴും അതിനകത്ത് നമുക്ക് BJP-യോടുള്ള എതിർപ്പ് അതിനകത്ത് ഉണ്ടെന്ന്. ഓക്കെ, ആ എതിർപ്പ് നിങ്ങളാരും പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നില്ലേ. നമ്മള് എല്ലായിടത്തും ഇസ്ലാമിനെതിരായിട്ടുണ്ടാക്കുന്ന ആ വലിയ ഇതുപോലെ BJP-ക്ക് വല്ല സംഘപരിവാറിന് എതിരായിട്ട് അങ്ങനെ വരുന്നുണ്ടോ? അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ പ്രധാന പ്രശ്നം അത് ഏറ്റവും കൂടുതൽ ഇവിടെ ഉന്നം വെക്കുന്നത് ആരെയാണ്?
ഈ പ്രശ്നത്തെ ഏറ്റെടുക്കുന്നവരാണ്, അത് മുസ്ലിങ്ങളായതുകൊണ്ടാണ്. വഖഫ് നിയമത്തെ അതിനെ തള്ളിപ്പറയേണ്ട ആളുകൾ ആരാ സത്യത്തിൽ? ഇവിടെ നമ്മളാണോ? അല്ല, ശരിക്കും അവർ പറയേണ്ടതാണ് നമുക്ക് ഇങ്ങനെ വേണ്ട. ഈ മുസ്ലിങ്ങളല്ലേ പറയേണ്ടത്, ഇവിടുത്തെ മുസ്ലിം ലീഗ് പറയണ്ടേ? അവരത് ചെയ്യുന്നുണ്ടോ? ഇല്ല, അല്ല, ആരും പറയുന്നില്ല. അതെ, അപ്പൊ ഇടതുപക്ഷം പറയുന്നില്ല, വലതുപക്ഷം പറയുന്നില്ല. പിന്നെ നമ്മൾ എന്തുകൊണ്ട് BJP എതിർക്കുന്നില്ല എന്നുള്ള ചോദ്യോട് പ്രസക്താണോ? അല്ലല്ലോ. BJP പറയേണ്ട കാര്യം എന്താണ് അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് ഒന്ന്, ഇതിനകത്ത് ഒരു വഖഫിലേക്ക് ഒരു ലാൻഡ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് പെർപെച്വലി വഖഫായിട്ട് ഇന്ത്യയിൽ തുടരുന്ന ഒരു അവസ്ഥ, അത് റദ്ദാക്കേണ്ട കാര്യമാണ്. അതിനെ BJP തൊട്ടിട്ടില്ല. അപ്പൊ BJPക്ക് ഭയങ്കര അത്തരം പരിപാടികൾ ചെയ്യുന്നത് വളരെ ബോധപൂർവമാണ്, തന്ത്രപരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. BJPക്ക് ഭയങ്കരമായ ധൈര്യം ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇതിലൊന്നും അവർ തൊട്ടിട്ടില്ല. ഇതൊക്കെയാണ് BJPയുടെ കുറവായിട്ട് നമ്മൾ പറയുന്നത്. ഇത് കൃത്യമായിട്ട് പാർലമെന്റിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാനുള്ള ആ ഒരു ത്രാണി അവർ കാണിച്ചിട്ടില്ല. ഇതാണ് BJPയോടുള്ള എതിർപ്പ്. എന്നാലും അതിന്റെ മുകളിൽ നിൽക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ സാധനം. അതായത് വഖഫിലെ ഈ കാടൻ ക്ലോസസ്, സെക്ഷൻ 40 പോലുള്ള സാധനങ്ങൾ, അതിലൊരു തെറ്റുപോലും കാണുന്നില്ല എന്നും അതും ശരിയാണെന്ന് പറയുന്ന നിലപാട് ഇവിടുത്തെ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ പറയും. വീണ്ടും അമെൻഡ് ചെയ്യുന്നുണ്ട്, 24 വരെ പുതിയ അമെൻഡ്മെന്റ്സ് തന്നെ വരുന്നുണ്ട്. അതെ, അത് ചെയ്യുമ്പോ അതിനെക്കുറിച്ച് അത് തെറ്റാണെന്നും ഇത് നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല എന്നല്ലല്ലോ ഇവർ പറയുന്നത്. അവിടെയാണ് നമ്മൾ വിമർശനം അതിനെ ഉന്നം വെക്കേണ്ടി വരുന്നത്. പക്ഷെ അത് നമ്മൾ പറയുമ്പോഴും ഇപ്പം BJP അല്ലെ RSS 1925 ശേഷം 2025 ആകുമ്പോൾ അവരുടെ ടാർഗറ്റിലേക്ക് അവർ വരാണ്, ഇന്ത്യയെ ഹിതായുധവൽക്കരിക്കുക എന്നുള്ളത് അവരുടെ പരസ്യമായിട്ടുള്ള മുദ്രാവാക്യമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും എല്ലാ മേഖലയിലും അവർ ചെയ്യുന്നുണ്ട്. BJP എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം, RSS പറയുന്നത് അല്ല, സംഘപരിവാർ നൂറുകണക്കിന് സംഘടനകളാണ്. സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മീഡിയ രംഗത്തും എല്ലാം പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുടെ സംഘപരിവാരം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ 2025 ആകുമ്പോൾ അവരുദ്ദേശിക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വളരെ വ്യക്തമാണ്. ആണല്ലോ, യോജിപ്പുണ്ടോ? എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ട് BJPയുടെ അല്ലെ RSSന്റെ ഈ ഹിന്ദു രാഷ്ട്രവാദത്തെ എന്തുകൊണ്ടാണ് ആരിഫ് ഹുസൈനോ രവിചന്ദ്രനോ എതിർക്കാത്തെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. രവീന്ദ്രന്റെ കാര്യം എനിക്കറിയില്ല. എനിക്കത് ഞാൻ പറയുന്നത് ഇപ്പൊ മുസ്ലിമായിട്ട് തന്നെ ജീവിക്കുന്ന എന്റെ വീട്ടുകാർ ഇപ്പോഴും മുസ്ലിമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല, ആരിഫ് ഹുസൈൻ ഞാൻ മുസ്ലിമായിട്ടല്ല ചോദ്യം ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് എന്റെ വീട്ടുകാർ മുസ്ലിങ്ങളാണല്ലോ, അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. അതായത് അവരുടെ നിലനിൽപ്പ് പോലും ഭീഷണിയാകുന്ന രീതിയിൽ ഒരു ഹൈന്ദവവൽക്കരണം പെർസെപ്റ്റിബിൾ ആയിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷമാണ്. അടുത്ത വർഷം ഏത് മാസാന്ന് പറയുന്നല്ലേ കുറച്ച്. അല്ല, ഈ കന്നുകാലി പ്രശ്നത്തില് ഗോവക്കള്ള പ്രശ്നത്തില് അതിന് പേരിലൊക്കെ പരസ്യമായിട്ട് കൊല്ലുകയോ ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ നമ്മുടെ വളരെ കൃത്യമായ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഹെയ്റ്റ് ക്രൈം അല്ലേ അത്? ഹെയ്റ്റ് ആണ്. ഹെയ്റ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് ഹെയ്റ്റ് ക്രൈമും അതുപോലെ ഉണ്ടാകുന്ന മോബ് ലിഞ്ചിങ്ങിനുള്ള നിയമം കടുപ്പിക്കുകയല്ലേ അവർ ചെയ്തത്? അല്ല, അവരാണല്ലോ മോബ് ലിഞ്ചിങ് കൂടുതൽ നടത്തുന്നേ. അതെ, ഇറച്ചി സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പം താങ്കൾ പറഞ്ഞ കാര്യം അവിടെ സെൽഫ് റിഫ്യൂട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. അവര് തന്നെ ചെയ്യുന്ന മോബ് ലിഞ്ചിങ്ങിന് അവര് തന്നെ ശിക്ഷ കൂടുതൽ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണ് അത് ഹൈന്ദവവൽക്കരണത്തിന് തുണയാകുന്നത്? അവര് ശിക്ഷ ലഘൂകരിക്കല്ലേ വേണ്ടത്? അല്ല, അവരതിനോട് ഉദ്ദേശിക്കുന്ന അവരുടെ സവർണ താല്പര്യവും അവരുടെ വർഗ താല്പര്യവും ശിക്ഷ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ശിക്ഷ എന്റെ ചോദ്യം അതല്ല, അത്തരം സംഭവങ്ങളെ പരസ്യമായിട്ട് എന്തുകൊണ്ടാണ് എതിർക്കാത്തതെന്നാണ്. എതിർക്കുന്നുണ്ടല്ലോ. അതായത് 2014 BJP വന്നിട്ട് 2024 BJP വന്ന് നിൽക്കുമ്പോൾ 2024 അത്രയും എണ്ണം മോബ് ലിഞ്ചിങ് നടക്കുന്നില്ല ഇപ്പോ. അതെന്തുകൊണ്ട്? അത് ഒരുപക്ഷെ ഈ കിട്ടാൻ ഭൂരിപക്ഷത്തിന്റെ കുറവുണ്ടായിരിക്കാം. ഭൂരിപക്ഷത്തിന്റെ കുറവുണ്ടല്ല. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ഭരണപക്ഷമുണ്ട്, അതുകൂടാതെ ഇതിനകത്ത് ജയ് വിളിക്കുന്ന പക്ഷമുണ്ട്, അതായത് ഇതിന്റെ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നേതൃപക്ഷത്തിന് ഈ പറയുന്ന സംഗതികളിലൊന്നും അവർക്ക് അതിന്റെ ഭാഗമാണെന്ന് അറിയാനോ അതിന്റെ ഭാഗമാണെന്ന് എണ്ണപ്പെടാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവർ അതിനെ തള്ളിപ്പറയുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അതിനുള്ള പണിഷ്മെന്റ്സ് അവർ ഇൻക്രീസ് ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ശിക്ഷകൾ അത് അവിടെ കടുപ്പിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കുറയുകയാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഒരു കാലത്ത് ലിഞ്ചിസ്ഥാൻ എന്നാണ് ഇന്ത്യയെ വിളിച്ചിരുന്നത്. ഇന്ന് അതിന്റെ നമ്പർ കുറയുന്നു. ഇത് നമ്മളിവിടെ ഒരു യാഥാർത്ഥ്യമല്ലേ, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ഒരു കാര്യം. ഇപ്പോ ഈ പറയുന്ന ശിക്ഷയുടെ കാര്യം മാത്രം നമ്മൾ എടുത്ത് നോക്കാം. പാകിസ്ഥാനിൽ എന്താ ചെയ്യുന്നത്? അവര് മതനിന്ദാ നിയമം അത് കൂടുതൽ ശക്തമാക്കുന്നു. മതത്തെ വിമർശിക്കുന്ന ആളുകളെ കൊല്ലാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് വെക്കുന്നു. അപ്പൊ മതത്തെ സംരക്ഷിക്കാനും ഒരു തരത്തിലുള്ള ഡിസന്റിനും സാധ്യമാകാത്ത രീതിയിലും മറ്റ് ന്യൂനപക്ഷങ്ങളെ താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പണികൾ അവരവിടെ കൂടുതൽ എടുക്കല്ലേ ചെയ്യും. പുതിയ ഭാരതീയ ന്യായ സംഹിതയൊക്കെ തന്നെ BJP അവതരിപ്പിക്കുന്നു. പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ വളരെ പെട്ടെന്ന് ഒരു ദിവസം 3 CBSE, RPC, CPC, IPC വളരെ കൃത്യമായിട്ട് അവരുണ്ടാക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ
കുറ്റകൃത്യങ്ങള് എല്ലാം തന്നെ അവർ രൂക്ഷമാക്കിയാണ്. മറ്റേ IPC-യേക്കാളും കൂടുതലായിട്ട് കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ ശിക്ഷ നൽകിക്കൊണ്ടാണ് പുതിയ ഭാരതീയ ന്യായ സംഹിത വരുന്നത്. അതെ, അതാ ഞാൻ പറയുന്നത്. അതിനകത്ത് ഇത് ഉൾപ്പെടെയാണെന്നാ ഈ പറയുന്നത്. ഈ പറയുന്ന മോബ് ലിഞ്ചിങ്. അപ്പൊ എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ എതിർക്കാത്ത ഒരു കാര്യം? ഞാൻ പറയുന്നത് ശിക്ഷകളുടെ അളവ് എണ്ണം കൂട്ടുന്നത് ഈ രാജ്യത്തിന് നല്ലതല്ലേ? ഇവൻ താങ്കൾക്കെതിരെ തന്നെ കേസ് വരികയാണ്, മതനിന്ദാ കേസ് വരികയാണ്. മതനിന്ദാ കേസ് വരുമ്പോ മതനിന്ദാ കേസിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്താൽ നേരെ പോയി അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ FIR ഇട്ടിട്ട് പോകുന്ന പരിപാടിയാണുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ BNS-ന്റെ ഭാഗമായിട്ട് ഒരു പ്രിലിമിനറി അന്വേഷണം നടത്തിയിട്ട് അവർക്ക് പല കേസുകളിലും അങ്ങനെ വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിയുടെ ചില റീഡിങ്ങുകളാണ്. നമുക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന കേസിലൊക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറേയും കൂടിയും കോടതി ചെലവുകൾ ഒഴിവാക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ട്. അത് ഇവരുടെ ഒരു ഇതായിട്ടാണ് പറയുന്നത് നേട്ടം. അല്ലെങ്കിൽ എന്റെ ഭാഗം BJP-യിൽ അതിൽ പറയാനുള്ളത് ഈ മതനിന്ദാ നിയമം അപ്പാടെ ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് നമ്മളൊന്നും പറയുന്ന ആവശ്യം, കാരണം ജനാധിപത്യ രാജ്യത്ത് ഇതുപോലുള്ള ഒരു അഭിപ്രായം പറയുന്നതിന്റെ പേരിലുള്ള വഴികളാണ് നമ്മൾ തേടുന്നത്. അപ്പൊ അതിനെന്തായാലും നമ്മൾ ഹോം മിനിസ്റ്ററിനെ നേരിട്ട് എക്സ് മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ, മതരഹിതർ എന്നുള്ള രീതിയിൽ പോയി കാണാനിരിക്കുകയാണ്. കാരണം അമിത്ഷാ BJP-കാരനായിരിക്കാം, പക്ഷെ ഹോം മിനിസ്റ്ററാണ്, നമുക്ക് കണ്ടേ പറ്റുള്ളൂ. അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ എന്റെ ഒരു ചോദ്യം, വളരെ ഡയറക്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് വിചാരധാരയ്ക്കോ ഗോൾ വർക്കർക്കോ എതിരായിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രചാരണം ആരിഫ് ഹുസൈന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല? വിചാരധാരയും ഗോൾ വാർക്കറും പറയുന്ന കാര്യങ്ങൾ ആജീവാനന്ദ കാലവും ഇമ്മ്യൂട്ടബിൾ ആയിട്ട് നിലനിർത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ആ സാഹചര്യമുണ്ട്. അത് വെറുതെയാണ്. കാരണം രാജ്യം ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനം നമുക്ക് പറയാം. അല്ല, ഹിന്ദുത്വ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വളരെ കൃത്യമായി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു സംഘപരിവാറിനെ വിളിക്കുക, എന്നിട്ട് നിങ്ങൾ അവരോട് ഇത് പറയുമ്പോൾ അവരെന്താ ആദ്യം പറയുന്ന സെന്റൻസ് എന്തായിരിക്കും? ഇതൊക്കെ ഞങ്ങൾ പണ്ടേ തള്ളിക്കളഞ്ഞെന്ന് പറയും. നിങ്ങളൊരു ഇസ്ലാമിസ്റ്റിനെ വിളിക്കുക, എന്നിട്ട് മതം വിട്ടവനെ കൊല്ലണം എന്നുള്ള സാധനം പറയുമ്പോൾ അവൻ പറയുന്നത് തള്ളിക്കളഞ്ഞു എന്നല്ല പറയാ. നീ ഇന്ത്യയിലായതുകൊണ്ട് നിന്നെ കൊല്ലാൻ പറ്റുന്നില്ല, നീ ധൈര്യം ഉണ്ടെങ്കിൽ സൗദിയിലേക്ക് വന്നാ പറയണത്. അതുകൊണ്ടാണ് അതിനെ വിമർശിക്കേണ്ടി വരുന്നത്. ഇത് രണ്ടും രണ്ടാണ്. നമ്മളിത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കോമൺ ഒരു ലെവൽ ഗ്രൗണ്ടിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒന്ന് മനുഷ്യനിർമ്മിതവും ഒന്ന് കാലത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുന്നതാണെന്ന് അവര് പോലും സമ്മതിക്കുന്ന കാര്യമാണ്. അത് മാറ്റിന്ന് അവര് പറയുന്ന കാര്യമാണ്. അതേസമയം ഇസ്ലാമിന്റെ വിഷയം എന്ന് പറയുന്നത് അത് ഒരിക്കലും മാറ്റാൻ പാടില്ല എന്നും അത് ദൈവികമാണെന്നും അത് ഇന്ത്യയിലായതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത സാധനമാണ്, നീ ധൈര്യം അങ്ങോട്ട് വന്ന് പറയുന്ന സാധനമാണ്. അത് രണ്ടും രണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഹിന്ദു ഭീകരത അല്ലെങ്കിൽ സംഘപരിവാറിന് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഒരു പ്രശ്നമാണ്. ആ ജാതി വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ആ സവർണ ഫാസിസം സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. പക്ഷേ കേരളത്തിൽ പോലും ഈ സംഘപരിവാർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ലീഡിങ്, ഇപ്പം കഴിഞ്ഞ വേള BJP ഇവിടെ ജയിച്ചു, ഇനി അടുത്ത ഇലക്ഷൻ ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ 10, 15, 20 സീറ്റിൽ അവർ പക്ഷേ ജയിച്ചെന്ന് വരും. ആ തരത്തിലേക്ക് സംഘപരിവാറിന് വളരാൻ കഴിഞ്ഞൊരു സാഹചര്യം സ്വാഭാവികമായിട്ടും അവരുടെ വളരെ ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. അല്ല വളരെ ഒരു ആകസ്മികമായ ഒരു കാര്യമല്ല. അതിന് കൃത്യമായിട്ടുള്ള വർക്ക് അവർ ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള റീഡിങ്ങും പഠനങ്ങളും നിലപാടുകളും അതിൻ്റെ നെറ്റ്വർക്കിങ് എല്ലാവരും നടത്തുന്നുണ്ട്. അപ്പോൾ അത് അവർ ഹിന്ദുത്വം അങ്ങനെ ചെയ്യുന്നില്ല, അല്ല സംഘപരിവാരം അങ്ങനെ ചെയ്യുന്നില്ല എന്നതിനെ ലഘൂകരിക്കുന്നത് ശരിയാണോ? ഞാൻ ചോദിക്കുന്നത് അവര് വരുന്നു, പ്രവർത്തിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്ന ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്ത. ഇപ്പൊ UP-യിൽ അവര് ഭരിക്കുന്നു, അവിടെ മുസ്ലിങ്ങൾ ജീവിക്കുന്നില്ലേ? ജീവിക്കുന്നില്ല എന്നുള്ളത് അതല്ലല്ലോ, അവർ വേട്ടയാടപ്പെടുന്നില്ലേ? എങ്ങനെയാണ് UP-യിൽ മുസ്ലിങ്ങൾ? കേരളം ഇന്ത്യയിലെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ദലിത് വിഭാഗങ്ങളും ഒക്കെ തന്നെ വളരെ ഞാൻ ചോദിക്കുന്നത് UP മാത്രം എടുക്കാം. UP-യിൽ യോഗിയാണ് ഭരിക്കുന്നത്, അവിടുത്തെ സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട ആളാണല്ലോ. UP-യിൽ യോഗി ഭരിക്കുന്നു എന്നതിന്റെ പേരിൽ UP-യിലെ മുസ്ലിങ്ങൾ നേരിടുന്ന എന്താണ് അവിടുത്തെ പ്രോസിക്യൂഷൻ? പെർസിക്യൂഷൻ എത്രയോ സംഭവങ്ങൾ, ഓരോരോ കേസുകൾ എത്രയെണ്ണം പുറത്തു വരുന്നുണ്ട്. അവർ ആക്രമിക്കപ്പെടുകയും ബീഫ് കൈവച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, കുട്ടികളെ ചെയ്യുന്നു, പട്ടികാതിക്കാരനെ വല്ല വണ്ടിക്കാരല്ല മരത്തിൽ കെട്ടിയിട്ട് അടിക്കുന്നു തുടങ്ങിയിട്ടുള്ള സംഭവങ്ങള്, ഗോമൂത്രം അല്ലെ ഇതുണ്ടാവുന്ന സമയത്ത് ശരി നമ്മൾ സമ്മതിക്കുകയാണ്. അതുണ്ടാവുന്ന സമയത്ത് അവരെങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ഇത് ഞങ്ങൾ ഹിന്ദുക്കളുടെ നിയമമാണ്, അത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ കോടതിയിലേക്ക് പോകാതെ അവിടുത്തെ യോഗിയുടെ പോലീസുകാർ നോക്കി നിൽക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അല്ല, അത്തരം കേസുകളിലൊക്കെ എവിടെ എന്താ നടപടികൾ, അനന്തര നടപടികൾ ഉണ്ടായിട്ടുള്ളത്? വളരെ കൃത്യമായിട്ട് അറസ്റ്റൊക്കെ നടക്കുന്നത്, അതിപ്പോ ഇവിടെ നമ്മൾ കേസൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ടും എല്ലാ മേഖലയിലും ഈ പറയുന്ന ഒരു അധിനിവേശം അവരൊക്കെ സാധ്യത
നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് കാര്യങ്ങളിലും അല്ലെ ഇന്ത്യയിലെ ഓരോരോ വിഷയങ്ങളിലും മതത്തെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കെട്ടുകയും ഹിന്ദുമതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണ മതമാണ് ഇന്ത്യയുടെ പ്രൈമായിട്ടുള്ള കാര്യങ്ങളെന്നുള്ളതൊക്കെ വളരെ താത്വികമായിട്ടും ഭാഗ്യമായിട്ട് ഭംഗിയായിട്ടൊക്കെ അവർ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ആളെ കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സമ്മതിക്കുന്നു, അതിനെ നമ്മൾ എതിർക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, എക്സിബിഷനും അതൊക്കെ നമ്മൾ എതിർത്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതൊക്കെ അവരതിന് പറയുന്ന ന്യായം എന്ത് തന്നെ ആയാലും നമ്മൾ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുക മാത്രമല്ല, അത് നമ്മൾ മതേതരത്വത്തിന് ഭീഷണിയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതാ ഞാൻ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്, പറയേണ്ടടുത്ത് പറയാ, അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നാ ഈ പറയുന്നത്. ഓക്കെ, ഇവരൊരു കാര്യം കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ അത് അവർക്ക് ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാ ഈ പറയുന്നത്. യൂണിഫോം സിവിൽ കോഡ് BJP അവതരിപ്പിക്കട്ടെ, അവർ ബില്ല് കൊണ്ടുവന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് മാത്രമല്ല, അവർ എന്ത് സാധനം കൊണ്ടുവന്നാലും നമുക്ക് അതേ പറയാനുള്ളൂ. കൊണ്ടുവന്നിട്ട് അതിനകത്ത് നമ്മൾ ഫാക്ട് ബേസ്ഡ് ആയിട്ട് കാര്യം പറയാം. അല്ലാതെ ഇവിടെ പറയുന്ന പോലെ ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല. BJP കൊണ്ടുവരരുത് എന്ന് പറയാൻ പറ്റത്തില്ല, അത് ശരിയാണ് എന്നും കൊണ്ടുവരാൻ കഴിയില്ല. കൊണ്ടുവരരുത് എന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്നത് രണ്ടും പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അവർ കൊണ്ടുവരട്ടെ, കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ നോക്കണം. അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഇവിടുത്തെ പ്രതിപക്ഷത്തിന് നടക്കുന്നുണ്ട്. ആ സമയത്ത് അത് ചെയ്യാതെ അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ നിങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ട് അതിനകത്ത് പരിശോധനയ്ക്ക് നിൽക്കേണ്ട ആളുകളാണ് ഇവിടുത്തെ പ്രതിപക്ഷം. അതൊരു ന്യൂനപക്ഷ പ്രകടനമായി നമുക്കിപ്പോ ഏതെങ്കിലും ഞാൻ അർത്ഥത്തിലല്ല പറയുന്നത്. ഇടതുപക്ഷ കേരള ഇന്ത്യയിലെ ഇടതുപക്ഷമായാലും മറ്റു പാർട്ടികളൊക്കെ തന്നെ ഇതെല്ലാം ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരെല്ലാം ചെയ്യുന്നത്. അല്ല ഇന്ത്യൻ ഭരണഘടനയുടെയോ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷത്തിന്റെ പ്രശ്നമായിട്ടല്ല അവർ കൊണ്ടുവരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഇവിടെ ഈ വലതുപക്ഷം ശക്തിപ്പെടുന്നു, ഹിന്ദു രാഷ്ട്രമാവുന്നു പറയുമ്പോൾ നമ്മൾ ഒരു ആഗോള സാഹചര്യം കൂടി നോക്കണം. ആഗോള തലത്തിൽ തന്നെ വലതുപക്ഷം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ഇപ്പൊ നമ്മളിവിടെ പറയുന്ന അതേ വിഷയം തന്നെയാണ്. ഏത് വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇസ്ലാമിന്റെ ഒരു പ്രധാന പങ്കുണ്ട്. ആ ന്യൂനപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴി വെക്കുന്നത് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, അതിനാണ് സംഭവിക്കുന്നത്. ഇന്ത്യ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും ഒന്ന് തന്നെയാണ്. അതെ, അപ്പൊ ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നിലവിൽ യൂറോപ്പിലെ ഒരു 7ഓളം രാജ്യങ്ങളിൽ അവിടുത്തെ വലതുപക്ഷം അവരുടെ ഭരിക്കുന്ന അവസ്ഥയിലാണ്. എങ്ങനെ അവിടെ വന്നത്? അവർ കൃത്യമായിട്ട് ഇസ്ലാമിനെതിരെ മാത്രമല്ല വളരെ വ്യാപകമായിട്ട് ആന്റി മുസ്ലിം രീതികൾ വരെ അവിടെ കാണുകയാണ്. ആന്റി മുസ്ലിം മാത്രമല്ല, ഇപ്പം ഇംഗ്ലണ്ടിലൊക്കെ എന്ന് പറയുന്നത് ക്രൈസ്തവ തീവ്രവാദം വളരെ കൃത്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതെ, അതായത് ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മുസ്ലിങ്ങൾക്ക് ഒരു സ്വർഗം അതുണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്നാണ് ഞാൻ പറയാം. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. ഏതാണ്ട് വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റും. പറയണേ ഇവിടെ ഇനി BJP ഇവിടെ ഹിന്ദു രാഷ്ട്രം ആയാൽ പോലും ഇവിടെ മുസ്ലിമിന് സ്വർഗം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിന് മുന്നേയും ഇവിടെ മുസ്ലിം ജീവിച്ചിട്ടുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭരണവർഗം തന്നെയായിരുന്നു ഒരു കാലത്ത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഞാൻ പറയുന്നത് ഇനി അങ്ങനെ തന്നെ പറയുള്ളൂ. അതിനിപ്പോ നമുക്ക് സംഘിച്ചാപ്പ് കിട്ടിയാലും നമ്മളത് പറയും. ഇനി അത് എന്തുകൊണ്ടാണ് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിലവിൽ യൂറോപ്പിൽ കാണുന്ന സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ജോബ് സെക്യൂരിറ്റി പോലും ഇല്ലാത്ത രീതിയിൽ മുസ്ലിമിന് ഒരു കൃത്യമായ ജോലി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതെ, അപ്പോ നമ്മൾ പറയുന്നത് ഇന്ത്യയില് മുസ്ലിങ്ങൾ ഇവിടെ വളരെ ഭംഗിയായിട്ട് ജീവിച്ചുള്ള കാലഘട്ടമുണ്ട്. ഇവിടെ അതെ, ഇവിടെ ജൂതന്മാര് ലോകത്തെ എവിടെയും വേട്ടയാടപ്പെട്ടപ്പോഴും ഇവിടെ ഏറ്റവും സുഖമായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. ഇനി അതേ ഇന്ത്യയിൽ ജൂതൻ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിമിന്റെ കൈ കൊണ്ടാണ്. അത് നവംബർ നമ്മളെ 26/11 നരിമാൻ ഹൗസ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് ജൂതക്കൂട്ടക്കൊലയാണ് അവിടെ നടന്നത്. അത് പാകിസ്ഥാൻകാരെ ഇന്ത്യക്ക് വേണ്ടി തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോൾ ഇന്ത്യക്കാരനെ അല്ല കൊല്ലുന്നത്. അല്ല, മാത്രമല്ല ലോകത്തിലെ തീവ്രവാദത്തിനെതിരായി ലോകം മുഴുവൻ തന്നെ സഞ്ചരിക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആ ബിൽഡിങ്ങിന്റെ തകർച്ചയോടുകൂടിയാണ്. അതെ, അതോടെ ലോകത്തിലെ തീവ്രവാദത്തിനും ഇസ്ലാമിക തീവ്രവാദമായ മത തീവ്രവാദം എത്ര ഭീകരമായിട്ടാണ് ലോകത്തെ അമേരിക്കയെ പോലും ആക്രമിക്കാൻ കഴിയുന്നുള്ള ഈ ന്യൂ എത്തീസം ഒക്കെ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. ഇനി അത് മാത്രമല്ല, ഇപ്പൊ ഇന്ത്യയുടെ ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഇന്ത്യ ഒരുപാട് മുന്നേ സഞ്ചരിക്കുന്ന ഒരു രാജ്യമാണ് ഈ കാര്യത്തിൽ, ഈ തിരിച്ചറിവിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സേഫാണ്. അതില് വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ നമ്മൾ NIA പോലെയുള്ള ആ ബോഡീസ് എടുക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മളൊക്കെ അവരുമായിട്ടൊക്കെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യും. പാരന്റ്സ് അവരുടെ കുട്ടികൾ ഇസ്ലാമിലേക്ക് പോകുന്നു, അവർ തീവ്രവാദ ആശയമാണോ എന്ന് സംശയം, അങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു. നമ്മൾ അവരെ ഡീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാമിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. 4-5 കുട്ടികൾ ഇതുവരെ നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നു. എല്ലാവരും അങ്ങനെ ഒരു സാഹചര്യത്തില് നമുക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇസ്ലാമിനെ ജനാധിപത്യവൽക്കരിക്കാൻ കഴിയുമോ? ഇസ്ലാമിനെ ജനാധിപത്യവൽക്കരിക്കാൻ കഴിയില്ല, പക്ഷെ മുസ്ലിമിനെ പറ്റും. ഇസ്ലാമിനെ പറ്റുമോ? പറ്റില്ല.
ലോകത്തിന്റെ ഏതെങ്കിലും ചരിത്രത്തിൽ അവരൊരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഉദ്ദേശിക്കുന്ന മതനിരപേക്ഷതയിലേക്ക് ഈ ഒരു ജനവിഭാഗത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇസ്ലാമിനെയും മുസ്ലിമിനെയും രണ്ടായിട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുക. മുസ്ലിമിനെ പറ്റും, ഇസ്ലാമിനെ പറ്റില്ല. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാണ് ഇവിടെ ഇന്ത്യ ചെയ്യുന്നത്. ഇവിടെ യൂണിഫോം സിവിൽ കോഡ് പോലുള്ള നിയമങ്ങൾ വന്നു കഴിയുമ്പോൾ മതത്തിനെ സെപ്പറേറ്റ് ചെയ്യണം വ്യക്തിയുടെ ജീവിതത്തിൽ. അത് ഇവരുടെ മതത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് പരിഗണിക്കാൻ പാടില്ല. ആ നിലവിളി അവർക്ക് ദോഷമാണോ ഗുണമാണോ? ആ നിലവിളിയിൽ നമ്മൾ വീഴരുതെന്നാണ് ഞാൻ പറയാം. ശരി. അല്ല, എനിക്ക് തോന്നുന്നു അത്തരം നിലവിളികള് ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ, ഹിജാബിന്റെ കാര്യം പറയുമ്പോൾ സൗദിയിൽ ഇല്ലാത്ത നിയമം കേരളത്തിൽ വേണോ എന്ന് പറയുന്ന ഒരവസ്ഥ, അല്ല ഇന്ത്യയിൽ അങ്ങനെ വേണം. ഒന്ന് ആലോചിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ദീപാവലി UAE-ലൊക്കെ വലിയ ആഘോഷമാണ് ദീപാവലിക്ക് വേണ്ടിയിട്ട്. ഇവിടെ മുസ്ലിങ്ങളോട് എന്താ പറയുന്നത്? നിങ്ങൾ ദീപാവലിക്ക് ഓണത്തിന് ആഘോഷിക്കരുത്, ക്രിസ്മസ് കേക്ക് മുറിക്കരുത്. അതാ പറഞ്ഞേ, സൗദിയിൽ ഇല്ലാത്ത നിയമം കേരളത്തിൽ ഉണ്ടാവണോ അല്ലെ ഇന്ത്യയിൽ ഉണ്ടാകണം, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് അത് മുസ്ലിമിനെ രക്ഷിക്കാനാണോ അതോ ഇല്ലാതാക്കാനോ? കുഴപ്പത്തിൽ ചാടിക്കാൻ. അതാണ് നമ്മൾ പറയുന്നത്. അവിടെ ഇടപെടാൻ കഴിയുക രണ്ട് വഴിയിലാണ്. ഒന്ന് രാജഭരണം, രാജാവ് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. അത് ഇന്ത്യയിൽ നടക്കില്ല. പിന്നെ രണ്ടാമത്തെ വഴി എന്താണ്? ശക്തമായ നിയമനിർമ്മാണം. അത് ഇന്ത്യക്ക് സാധിക്കും. പലതും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും ചെയ്യണം. മഹ്സാമിനിയുടെ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇറാനിലുണ്ടായ സമരങ്ങൾ മാസങ്ങളോളം നീണ്ടുനിന്നു. അതേസമയം കേരളത്തിൽ ഈ ഹിജാബിന് വേണ്ടിയുള്ള ബഹളങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇസ്ലാമിനെ ഒരിക്കലും പരിഷ്കരിക്കാൻ കഴിയില്ല എന്നൊരു സത്യമാണ്. ഇസ്ലാമിനെ പറ്റില്ല, മുസ്ലിമിനെ നമുക്ക് എന്ത് വേണമെങ്കിലും. അങ്ങനെ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ ആകുന്നുണ്ട് ഇല്ലേ? മുസ്ലിങ്ങൾ ശരിക്കും ട്രാപ്ഡ് ആണ്, അതാണ് പറയേണ്ടത്. അവര് ട്രാപ്പായി കിടക്കുന്നത് ഈ ഇസ്ലാമും. പക്ഷെ ആ തരത്തില് നിങ്ങൾ സംസാരിക്കുന്നതോ? തീർച്ചയായിട്ടും നമ്മളതല്ലേ ചെയ്യുന്നത്. അത് അവരിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു ബൈഫർക്കേഷൻ, അതായത് ഇസ്ലാം ഇന്നതാണെന്നും മുസ്ലിം ഇന്നതാണ് എന്നും, മുസ്ലിം ഇങ്ങനെ ഒരു ദേശീയ ജനാധിപത്യ ധാരയിലേക്കാണ് വരേണ്ടതെന്നുമുള്ള രീതിയിൽ പറയുമ്പോൾ സ്വാഭാവികമായും അത് സംഘപരിവാറിനെതിരായിട്ടുള്ള ഒരു സമരം കൂടി. ആരാ പറയുന്നത്? അല്ല, നമ്മൾ പറയേണ്ടതാ ചോദിച്ചത്. അല്ല, ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ ഇസ്ലാമും മുസ്ലിമും രണ്ടാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാലും അത് ഞാൻ പറഞ്ഞാൽ പോലും അത് മുസ്ലിം വിരുദ്ധയാണെന്ന് പറയുന്നത് ആരാണ്? അവര് തന്നെ പറഞ്ഞു. അത് ഒന്ന് മുസ്ലിങ്ങളും, രണ്ട് ഇവിടുത്തെ ഈ മറ്റ് ആളുകൾ. അതിനകത്ത് പ്രധാനമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ ചിന്തകരാണ് പ്രധാനമായിട്ട് അത് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് കേരള സ്റ്റോറി മൂവി വന്നപ്പോ അത് മുസ്ലിമിനെതിരല്ല, അത് തീവ്രവാദത്തിനെതിരാണ്. അത് അങ്ങനെ പറഞ്ഞോ ഇവിടെ? ഇല്ലല്ലോ. ആ സിനിമയ്ക്ക് പിന്നിലുണ്ടായിട്ടുള്ള കൊലപാതകം മുഴുവൻ എന്തായിരുന്നു? ഇത് മുസ്ലിമിനെ അപരവൽക്കരിക്കുന്നതാണ്. കോടതി അവസാനം എന്താ പറഞ്ഞത്? ഇതെങ്ങനെ മുസ്ലിമിനെ ബാധിക്കുക? ഇത് ഇസ്ലാമിനെതിരല്ലേ, ഇത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരല്ലേ എന്നല്ലേ അവർ ചോദിച്ചത്. ഇതന്നെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ മുസ്ലിമിനെതിരെ അല്ല, കേരള സ്റ്റോറിക്ക് ഒരു സെക്കൻഡ്, മുസ്ലിമിനെതിരെ അല്ല ഇസ്ലാമിനെതിരെയാണെന്ന് നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞാൽ പോലും അത് അങ്ങനെയല്ല, ഇത് മുസ്ലിം വിരുദ്ധതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരാണ് ആദ്യം തിരുത്തേണ്ടത്, നമ്മളെ അല്ല തിരുത്തേണ്ടത്. പക്ഷേ കേരള സ്റ്റോറിയുടെയും കാശ്മീർ ഫയൽസിന്റെയും ലക്ഷ്യം അതായിരുന്നില്ല. അത് വളരെ കൃത്യമായിട്ടും BJP-യുടെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായ കാശ്മീർ ഫയൽസ് ആയാലും ശരി, കേരള സ്റ്റോറി ആയാലും ശരി, ലക്ഷ്യം എന്തെന്നുള്ളതല്ല പ്രധാനം, ആ സാധനത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, അത് പ്രധാനമാണ്. കാരണം ഒരു കലാസൃഷ്ടി എന്നല്ല സിനിമ എന്ന നിലയില് കാശ്മീരിലെ ആ കാശ്മീർ ഫയൽസ് രണ്ടിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ടാണ് പറഞ്ഞത്. അത് വളരെ കൃത്യമായും ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് അവർ കൊണ്ടുവന്നത്. ഓക്കെ, ഈ KGF എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, വലിയ അത് സംഘപരിവാരത്തിൽ തന്നെയാണ്. ഓക്കെ, KGF മാത്രമല്ല, ബാഹുബലി അടക്കമുള്ളത് എല്ലാം കൊണ്ടുവന്നത് സംഘപരിവാർ മുന്നേ വന്നതിന് മുന്നേ ഉള്ള ഒരു സിനിമ നമ്മൾ എടുക്കുക. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന് മുന്നേ വന്നൊരു 15 വർഷം മുന്നേ ഉള്ള ഒരു സിനിമ പറയും. അല്ല, ഞാൻ പറയാണ്, ഇപ്പൊ അമരം സിനിമ നമ്മൾ എടുക്കുക. അതൊന്ന് BJP ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ അമരം സിനിമയുടെ ലക്ഷ്യം എന്താണ്? നമ്മളൊരു കലയായിട്ട് കാണുക, അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കാണുക. ഈ പ്രേക്ഷകർക്ക് ബുദ്ധിയുണ്ടെന്ന് നമ്മൾ ആദ്യം സമ്മതിച്ചു കൊടുക്കണം. പ്രേക്ഷകർക്ക് ബുദ്ധിയുണ്ട്, അവരത് കാണുന്നത്. കേരള സ്റ്റോറി മൂവി കണ്ടിട്ട് അവന് തീരുമാനിക്കാൻ വിട്ടുകൊടുക്കുക, ഇത് മുസ്ലിമിനെതിരെയാണോ ഇസ്ലാമിക തീവ്രവാദിക്ക് എതിരെയാണോ. അത് നമ്മൾ മിനിമം ചെയ്യണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇതെന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേരള സ്റ്റോറി മൂവി കാണേണ്ട ആളാരാണ്? യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അത് കാണേണ്ടത്. ഇവിടെ മുസ്ലിങ്ങൾ അത് കണ്ടോ? മുസ്ലിങ്ങൾ കണ്ടിട്ടില്ല. മുസ്ലിങ്ങളെ കാണുന്നതിൽ നിന്ന് അവരെ തടഞ്ഞത് ആരാണ്? അല്ല, അങ്ങനെയാണ് നമുക്ക് ബാഹുബലി സിനിമ നമ്മൾ പഴയ പുരാവൃത്ത മാഹാത്മ്യങ്ങളും നല്ല സവർണ രാജകുടുംബ ഇത് കഥകൾ വരുന്നു. അതിനെ ആ തരത്തിൽ നമ്മൾ അതിനെ വെറും ഒരു ബാഹുബലി സിനിമ അല്ലെങ്കിൽ വടക്കൻ വീരഗാഥ ഇതൊക്കെ ആ രീതിയിൽ എടുക്കുക. നമ്മൾ അതിനൊക്കെ ഇതിലേക്ക് അല്ല, ആ രീതി തന്നെയാണോ കേരള സ്റ്റോറിയുടെ കാശ്മീർ വാസിന്റെ അജണ്ട എന്ന് ചോദിച്ചത്? ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് ഞാൻ അതിനെടുക്കും. ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ? അത് സിനിമയായിട്ട് തന്നെ എടുക്കും. പോട്ടെ, ഇപ്പൊ കേരള സ്റ്റോറി വരുമ്പോഴല്ലേ പ്രശ്നം. കാലിഫേറ്റ് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്. അത് എന്തായിരിക്കും അതിന്റെ ലക്ഷ്യം? നിങ്ങളെ കേരള സ്റ്റോറി കാണുമ്പോൾ കുറച്ചെങ്കിലും സ്നേഹം തോന്നും കാക്കാമാരോട്.
ഈ കാലിഫേറ്റ് കണ്ടോക്കി കുടിച്ച വെള്ളത്തിൽ മുസ്ലിമിനെ വിശ്വസിക്കില്ല എന്ന് പറയും. അത് വളരെ രൂക്ഷമാണ്. അത് BJP കാരാണോ പിടിച്ചത്? അല്ലല്ലോ. അപ്പൊ ആ സിനിമ കണ്ട ആളുകൾ തീരുമാനിക്കട്ടെ ഇത് മുസ്ലിമിനെ വെറുക്കണോ ഇസ്ലാമിനെ വെറുക്കണോ എന്നുള്ളത്. ഞാൻ തറപ്പിച്ച് പറയും, പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ തറപ്പിച്ച് പറയും, ഇത് മുസ്ലിമുകൾ കാണേണ്ട ഫിലിമാണ്. കേരള സ്റ്റോറി ആയാലും മുസ്ലിം കാണണം, നെറ്റ്ഫ്ലിക്സിലുള്ള സീരീസ് ആയാലും മുസ്ലിം കാണണം. മുസ്ലിമാണ് അത് തിരിച്ചറിയേണ്ടത് ഏറ്റവും ആദ്യം. അതിന് ബാക്കിയുള്ള ആളുകളുടെ കാര്യം വരുള്ളൂ. തീവ്രവാദം എങ്ങനെയാണെന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീവ്രവാദം, ജിഹാദ്, ആടുമേക്കലൊക്കെ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ആരാ ആദ്യം തിരിച്ചറിയേണ്ടത്? മുസ്ലിം അല്ലേ? ആ മുസ്ലിമിനെ കാണാൻ അനുവദിച്ചോ? ഇല്ലല്ലോ. അതാണ് നമ്മുടെ പരാതി. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു ജനാധിപത്യ പരിപ്രേക്ഷ്യത്തിലേക്ക് വരുമ്പോൾ ഇത്തരം ഇപ്പൊ നമുക്കിപ്പോ സംഘപരിവാറിനെ ഒരു തരത്തിലും നമുക്ക് നല്ല കുട്ടിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള അജണ്ട, ഒരു നൂറ്റാണ്ടിന്റെ അജണ്ട വളരെ കൃത്യമായിട്ടുണ്ട്. ആ അജണ്ടകളെ, ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അജണ്ടകളെ നമ്മൾ രണ്ടായിട്ട് കാണേണ്ടതില്ല എന്നൊരു അഭിപ്രായം. രണ്ടും ഏതാണ്ട് ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ്. ഞാൻ പറയുന്നത് രണ്ടു കൂട്ടരും മതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള വാദമാണ്. ഞാൻ പറയുന്നത് മതരാഷ്ട്രവാദം ആദ്യം ഉയർത്തിയത് സംഘപരിവാറല്ല. അത് ഇവിടെ ഈ സാരെ ജഹാംസ അച്ച എഴുതിയ ആള് തന്നെയാണ്. ഓക്കെ. അതിനുശേഷമാണ് ബാക്കിയുള്ള സാധനം വന്നിട്ടുള്ളൂ. ഒന്നത്. രണ്ട്, ഇവിടെ ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ പറയണം. അത് എവിടെ ഇരുന്നാലും പറയണം. ചന്ദ്രനി പോയാലും പറയണം. അവിടെ സംഖ്യ വളരുമെന്ന് പേടിച്ചിട്ട് നമുക്ക് മിണ്ടായിരിക്കാൻ കഴിയും. അല്ല, അതിപ്പോ നമ്മളെ യുക്തിവാദികൾക്ക് ഏതൊരു മതവും ഇന്ന മതത്തെ വിമർശിക്കണം അങ്ങനെയൊന്നും ഇല്ല. പറഞ്ഞത് മതവിമർശനമല്ല ഞാൻ പറയുന്നത്. ഈ ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക രാഷ്ട്രവാദം എന്ന് പറയുന്ന സാധനം ഒരു റിയാലിറ്റിയാണ്. ജർമ്മനിയിലും ലോകമെമ്പാടും വെച്ച് നോക്കുക. ശരിയാണ്. അപ്പോ ഹിന്ദു രാഷ്ട്രവാദം നിങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെ പറയുന്ന കാര്യം ഇതാണ്. ഒരു ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിക്കുകയും അത് ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ ഒരു രാജ്യം കുളം തോണ്ടുകയും ചെയ്തിട്ടുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമെങ്കിലും വരട്ടെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യ തന്നെ ഉദാഹരണം. പക്ഷേ ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇസ്ലാമിക തീവ്രവാദം യൂണിവേഴ്സൽ ആയിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക രാഷ്ട്രവാദവും അത് ഉണ്ടാവുകയും അതിന്റെ പേരിൽ രാഷ്ട്രം ഉണ്ടാവുകയും കുട്ടിച്ചോറുണ്ടായതിന്റെ ഉദാഹരണം ഒരു 10 വേണമെങ്കിൽ ഞാൻ തരാം. ഇസ്ലാമിന്റെ ഞാൻ 10 തരുമ്പോ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഒരെണ്ണം വരും. ഇന്ത്യ മാത്രമേ ഉള്ളല്ലോ. അതാണ് അതിന്റെ പ്രശ്നം. ഇന്ത്യ മാത്രമേ ഉള്ളല്ലോ. അത് അവര് അതിനുള്ള ശ്രമങ്ങളല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളൂന്ന് മാത്രമല്ല, ഇന്ത്യക്ക് അങ്ങനെ ഹിന്ദു രാഷ്ട്രം ആകണമായിരുന്നു എന്നുണ്ടെങ്കിൽ 2014 ആകാമായിരുന്നു. അല്ല, ഇന്ത്യക്ക് അങ്ങനെ ഹിന്ദു രാഷ്ട്രം ആകാൻ പറ്റില്ല, പാടില്ല പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. പറ്റില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആകാൻ സമ്മതിക്കുക. ക്ലിയർ ആയിട്ട് പറയാം. ഒരു ഇന്ത്യക്ക് ഒരിക്കലും ഒരു ഹിന്ദു, അത് സംഘപരിവാറിനും എടുക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. അജണ്ടയുടെ പ്രശ്നം അതന്നെ ഞാനും പറയുന്നത്. ഇന്ത്യക്ക് ഒരിക്കലും ഒരു ഹിന്ദു താലിബാൻ ആകാൻ കഴിയില്ല. ഇതാണ് എന്റെ ഇതിനകത്തുള്ള ഒരു ധാരണ. ഒരിക്കലും ഇന്ത്യക്ക് ഒരു ഹിന്ദു താലിബാൻ ആകാൻ, എന്തുകൊണ്ട്? അതിനുള്ള സാഹചര്യം ഇന്ത്യയിലില്ല. എന്തുകൊണ്ട്? ഇവിടുത്തെ ഹിന്ദുക്കൾ അതിനെ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ അനുവദിക്കില്ലെന്നോ ഇന്ത്യയിലെ മറ്റേ ഇതര ജനാധിപത്യ ശക്തികൾ അനുവദിക്കില്ല. ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അവര് തന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും. അവരുടെയും കൂടി ആവശ്യമാണ് ഇവിടുത്തെ ജനാധിപത്യം നിലനിൽക്കുക എന്നുള്ളത്. അവരുടെയും കൂടി ആവശ്യമാണ് ഇവിടുത്തെ മതേതരത്വം നിലനിൽക്കുക എന്നുള്ളത്. അത് ഹിന്ദുക്കൾക്കിടയിലെ ജാതി അടലുകളുടെ പ്രശ്നമാണോ? അത് ഹിന്ദു എന്ന് നമുക്കൊരു കോമൺ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ജാതി ഒന്നും ആയിരിക്കില്ല അവിടെ അപ്ലൈ ചെയ്യുക. അവരുടെ ഉയർന്ന ഒരു ജനാധിപത്യ ബോധമുണ്ട്. ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ രാജ്യമായിട്ട്, ഒരു മതേതര രാജ്യമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, പണ്ട് നിലനിന്നിട്ടുണ്ടെങ്കിൽ, മതേതര രാജ്യം പറയാമല്ലെങ്കിലും ഈ കോണ്ടക്സ്റ്റിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ. മതേതര രാജ്യം എന്ന് പറയുമ്പോൾ 100% മതേതരം, 100% അല്ല പറയുന്നത്. ഞാൻ പറഞ്ഞ നോൺ സീറോ. ഇസ്ലാമിലെ നിങ്ങൾ സൗദി പോയിട്ട് 0, ഇസ്ലാമിൽ ഈ സെക്യുലറിസം 0, ഇന്ത്യയിൽ അത് 0 അല്ലല്ലോ, 1 അല്ലേ? അത് തന്നെ വലിയ കാര്യമാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ. പക്ഷെ യുക്തിവാദികൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു ഇതിനെ കണ്ടുപിടിക്കാതെ എല്ലാറ്റിനോടും ഒന്നും തന്നെ ശക്തമായിട്ടുള്ള നമ്മുടെ മതവിമർശനങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ സമീകരിക്കുമ്പോഴും അതിനൊരു ലെവൽ ഗ്രൗണ്ട് ആണോ എന്ന് പരിശോധിക്കും. ലെവൽ ഗ്രൗണ്ട് ആണോ എന്ന് പരിശോധിക്കും. അവിടെ എന്താണ്, ISIS പോലെയാണ് RSS എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. രണ്ടിനും 2 രീതിയാണ്, 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊന്ന് മനുഷ്യനിർമ്മിതമാണ്. ഈ ISIS എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതം അല്ല എന്ന് അവർ വിശ്വസിക്കുന്നത് ഒരിക്കലും തിരുത്താൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളാണ്. ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തിയെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് രക്ഷിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നിങ്ങൾക്കൊരു RSSകാരന്റെ ഈ ചിന്ത പുറത്തു കിടത്താൻ. അതാണ് ഇതിന്റെ കാരണം. കാരണം എന്ന് വെച്ചാൽ ഇത് മനുഷ്യനിർമ്മിതമാണ്. ഇത് എളുപ്പം അവന് ബോധിപ്പിക്കാൻ എളുപ്പമാണ്. അല്ല, അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ഇവിടെ ഇപ്പം ഇസ്ലാം നമ്മളിവിടെ പറയുന്നുണ്ടല്ലോ, മദ്രസകളുടെ കാര്യം പറയുന്ന പോലെ തന്നെ മതപാഠശാലകൾ വളരെ കൃത്യമായ കുട്ടികളെ എടുക്കുകയും ക്യാച്ച് ദം എന്ന് പറഞ്ഞുകൊണ്ട് RSS അത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും അവർക്ക് ഉണ്ട്. അപ്പോഴും സംഭവിക്കുന്ന എന്താണ്, അവിടെ ഇവര് കൊണ്ടുവെക്കുന്ന ഈ ഉത്തമ ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾ ഏതെന്നുള്ളതാണ്.
ഈ ലക്ഷ്യങ്ങളിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആരുടെ ആയാലും അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അത് ഒരാള് പറയുന്നത് എന്താണ്, ഹൂറികൾക്ക് വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി പോലും അവിടെ ബാധകമല്ലാതെയാണ് കാര്യം ചെയ്തു വെക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു രാഷ്ട്ര നിർമ്മാണം അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതാണ് അവരുടെ ഒരു പ്രശ്നമായിട്ട് അവിടെ നമുക്ക് തടസ്സമായിട്ട് മാറുന്നത്. കാലിഫേറ്റ് അവര് മതരാഷ്ട്രം പറയുന്ന പോലെ തന്നെ ഇവർക്കും മറുവശത്ത് മതരാഷ്ട്രം തന്നെയാണ്. അത് ജൂതവംശമാണെങ്കിലും ക്രിസ്ത്യൻ വംശമാണെങ്കിലും എല്ലാവരും തന്നെ ആ വംശീയതയുടെ മതരാഷ്ട്രം വന്നു കഴിഞ്ഞാൽ ഈ ഹിന്ദു താലിബാൻ പോലെ ആകില്ല എന്നാണ് ഈ പറയുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അതേസമയം താലിബാൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. അതേപോലെ ഒരിക്കലും ഹിന്ദു താലിബാൻ ആകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഇനി ആകുമ്പോഴല്ലേ അപ്പൊ നമുക്ക് നോക്കാം, അതിനുള്ള ഒരു ലക്ഷണം വരട്ടെ, അപ്പൊ നമുക്ക് പറയാം. അന്നേരം പറഞ്ഞാൽ മതിയോ? യെസ്, അത് ലക്ഷണം അതാ പറയാ, അത് ലക്ഷണം കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നാണോ? ഇപ്പോഴില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ആ പഴയ പറഞ്ഞ ആരോപണത്തിലേക്ക് വരില്ല എന്നാണ് ചോദിച്ചത്. ആരോപണം വരും, അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിമിന് ലോകത്ത് ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇന്ത്യ തന്നെയാണ്. അത് ഇന്നും അങ്ങനെയാണ്, ഭാവിയിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. യെസ്, അതിനുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്, തെളിവുകളുണ്ട്. അത് ഇവിടെ ഉണ്ട്. അത് നശിപ്പിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നാശം ഇന്ത്യയിലെ സംഘപരിവാറിന് വളമാകുകയും ചെയ്യുന്നുണ്ട്. യെസ്, അതാണ് അതിലെ കാര്യം. അവരെ ആ രീതിയാണ് ഇവർക്ക് ഗുണം, അല്ലെങ്കിൽ അവരുടെ വഴി വെട്ടിക്കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അതുകൊണ്ട് സംഘപരിവാർ എതിർക്കപ്പെടേണ്ടതില്ല എന്ന് പറയാൻ പറ്റുമോ? എതിർക്കപ്പെടണം. പക്ഷെ സംഘപരിവാർ മാത്രം എതിർത്താൽ ഇത് മാറില്ല എന്നാണ് ഈ പറയുന്നത്. മാത്രം ഒന്നില്ല. യെസ്.